അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ ക്ലാസ് റൂമിന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, റേഡിയോ വഴി ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്യുന്ന പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ അവന് പൊരുത്തപ്പെട്ട കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നമുക്ക് ഇരുവീട്ടിലും ഉപകാരപ്രദമായ കർമ്മമായി ഉയർത്തുകയും അതോടൊപ്പം മുത്തഅല്ലിമിനും ആലിമിനും നൽകുന്ന മഹത്വങ്ങൾ ലഭ്യമാവാൻ നിമിത്തമാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ദുൽദുലോ അബ്ദുള്ള 970 മറ്റേതെങ്കിലും സുഹൃത്തുക്കൾ നമുക്ക് ഓതേണ്ട ഭാഗം ടെക്സ്റ്റ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. നമുക്കിന്ന് നോക്കേണ്ട ഭാഗം ടെക്സ്റ്റ് ചെയ്യണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയാണ്. ഏതായാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, അതെ, ദുൽദുൽ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതല്ല, ഇത് വേറെ ഏതോ ഭാഗമാണ്. ദുൽദുൽ ടെക്സ്റ്റ് ചെയ്ത ഭാഗം മാറിയിട്ടുണ്ട്. അതല്ല, ഇത് വുളൂ മുറിയുന്ന ഭാഗമാണ്. ഇതല്ല ഭാഗം, കുളിയുടെ ഭാഗമാണല്ലോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ടെക്സ്റ്റിൽ വന്നുപോയ അബദ്ധമായിരിക്കും. നമുക്ക് വേണ്ട ഭാഗം ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക, ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം. അപ്പം കുളിയുടെ ചോറിന്റെ ആവശ്യമൊന്നുമില്ല, അടുത്ത് ടെക്സ്റ്റ് ചെയ്താൽ മതി. അബദ്ധങ്ങൾ ആർക്കും പിണയും. അപ്പൊ കുളിയുടെ ഫർള് 2 കുളിയുടെ ഫർളും കുളിയുടെ സുന്നത്തുകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനൊരു അറബി പദം കുട്ടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരു അറബി പദം ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടെക്സ്റ്റ് ചെയ്യുന്ന അറബി പദത്തിന് അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മൾ ഫത്ഹുൽ മീൻ ക്ലാസ് ആണ്. അറബിയും പഠിക്കണം, ആശയം പഠിക്കണം എന്നൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലുണ്ട്. ഈ പദത്തിന്റെ അർത്ഥം ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. അറിയില്ല എന്ന് ബഹുമാനപ്പെട്ട ജസീൽ കേസി. ദുൽദുൽ തേച്ച് കഴുകുക എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ അറിയുന്നത് ടെക്സ്റ്റ് ചെയ്യുക. അറിയാത്തതാണെങ്കിൽ പറഞ്ഞവരെ അറിയില്ല എന്നായാലും കുഴപ്പമില്ല. മജീദ് ആരിമി ഉസ്താദിനെ പോലുള്ള ഉസ്താദന്മാരോടല്ല ചോദ്യമെന്ന് സാന്ദർഭികമായി അറിയിക്കാം. ഓക്കെ, ഏതായാലും ദുൽദുൽ പറഞ്ഞത് തന്നെയാണ് വ്യക്തമായി ആൻസർ. മജീദ് ആരിമി ഉസ്താദും എഴുതിയിട്ടുണ്ട്. തേച്ച് കഴുകുക എന്ന അല്ലെ, ഇന്നലെ നമ്മൾ അവസാന ഭാഗത്തെടുത്തൊരു ഭാഗം. ഇനി കുളിയുടെ സുന്നത്തുകളിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ്. വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, അതാണല്ലോ നമുക്ക് ഓതേണ്ട ഭാഗം അല്ലെ. നമുക്ക് ഓതേണ്ട ഭാഗം വസ്തിഖ്ബാലുൻ എന്ന ഭാഗമല്ലേ. വസ്തിഖ്ബാലുൻ ലിൽ ഖിബ്ലത്തി, അതെ, ഖിബ്ലയിലേക്ക് മുന്നിടലും കുളിയുടെ സുന്നത്താണ്. ഖിബ്ലയിലേക്ക് മുന്നിടലും കുളിയുടെ സുന്നത്താണ്. വ മുവാലാത്തുൻ, തുടരെയാവലും. കുളി പൂർണ്ണമായും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പെട്ടെന്ന് വെള്ളം എത്തിച്ച് കുളിപ്പിക്കുക. ഒരവയവത്തിൽ എത്തിച്ച് കുറെ നേരം കഴിഞ്ഞ് മറ്റേ അവയവത്തിലേക്കാവാതെ ഉടനെ തന്നെ ആവുക, അതും സുന്നത്താണ്. വസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിടലും സുന്നത്താണ്. വ മുവാലാത്തുൻ, തുടരെയാവലും സുന്നത്താണ്. വ തർക്കു തകല്ലുമിൻ, സംസാരം ഉപേക്ഷിക്കലും സുന്നത്താണ്. ബിലാ ഹാജത്തിൻ, ആവശ്യമില്ലെങ്കിൽ സംസാരിക്കാതെ ഉടനെ പെട്ടെന്ന് കുളി. അതുപോലെ വുളൂ പോലെ തന്നെ വുളൂവിന്റെ സന്ദർഭങ്ങളിലും കഴിവതും സംസാരിക്കാതെ പെട്ടെന്ന് വുളൂ എടുക്കുകയാണ് വേണ്ടത്. എന്നതുപോലെ തന്നെ കുളിക്കുമ്പോഴും സംസാരം ഒഴിവാക്കൽ സുന്നത്താണ്. വ തർക്കു തകല്ലുമിൻ ബിലാ ഹാജത്തിൻ, ആവശ്യങ്ങളൊന്നുമില്ലാതെ സംസാരം ഉപേക്ഷിക്കലും സുന്നത്താണ്. വ തൻഷീഫിൻ,
തോർത്തലിനെ ഉപേക്ഷിക്കലും സുന്നത്താണ്. ബിലാ ഉദ്രിൻ, ഉദറൊന്നുമില്ലാതെ, ജലദോഷമോ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ തട്ടി നിൽക്കുമ്പോഴുള്ള ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് തോർത്തലും സുന്നത്തല്ല. അപ്പൊ തോർത്താതിരിക്കലും സുന്നത്താണ്. അപ്പൊ തൻഷീഫിൻ, തോർത്തലിനെ ഉപേക്ഷിക്കലും സുന്നത്താണ്. ബിലാ ഉദ്രിൻ, ഉദറ കൂടാതെ. അപ്പം നമ്മൾ പൊതുവെ കുളിച്ചാൽ തോർത്താന്നുള്ള നമ്മളൊക്കെ ശീലിച്ചൊരു ശീലാണ്. ശരിക്കും കുളിച്ചാൽ തോർത്തേണ്ടതില്ല, വുളു എടുത്താൽ തോർത്തേണ്ടതില്ലാത്തത് പോലെ. ഇനി ശാരീരികമായി മറ്റു പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് തോർത്തുന്നതിന് കുഴപ്പമില്ല. അതിനാണ് ബിലാ ഉദ്രിൻ എന്ന് പറഞ്ഞത്. വതുസന്നു ഷഹാദത്തനിൽ മുതഖദ്ദിമതാനി ഫിൽ വുളൂഇ, വുളൂഇൽ നേരത്തെ മുൻകടന്ന 2 ഷഹാദത്തും സുന്നത്താണ്. വുളൂ കഴിഞ്ഞാൽ 2 കരങ്ങളും മേൽപോട്ട് ഉയർത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന അടങ്ങുന്ന ദിക്ർ അതും സുന്നത്താണ്. വതുസന്നു ഷഹാദതാനിൽ മുതഖദ്ദിമതാനി ഫിൽ വുളൂഇ, വുളൂഇൽ മുൻകടന്നതായ 2 ഷഹാദത്ത് ചെയ്യലും സുന്നത്താണ്. മഅഹുമാ, അവ രണ്ടോടൊപ്പമുള്ള ഒന്നോടുകൂടി എന്ന് പറഞ്ഞ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീനയോടൊപ്പം 2 ഷഹാദത്തും സുന്നത്താണ്. അഖിബൽ ഗുസ്ലി, കുളിച്ച ഉടനെ. അപ്പം വുളൂ കഴിഞ്ഞാലും ഈ ദിക്ർ സുന്നത്താണ്, കുളിക്ക് ശേഷവും ഈ ദിക്ർ സുന്നത്താണ്. വഅല്ലാ യഗ്തസില ലിജനാബത്തിൻ ഔ ഗൈരിഹ, ജനാബത്തിന് വേണ്ടിയാണെങ്കിലും മറ്റുള്ള കുളിയാണെങ്കിലും കുളിക്കാതിരിക്കൽ സുന്നത്താണ്. കൽ വുളൂ, ഈ വുളൂവും അങ്ങനെ തന്നെ. വുളൂ ആണെങ്കിലും വുളൂ എടുക്കാതിരിക്കൽ സുന്നത്താണ്. അതുപോലെ ജനാബത്തിന് വേണ്ടിയും മറ്റുള്ള കുളിയും കുളിക്കാതിരിക്കൽ സുന്നത്താണ്. ഫീ മാഇൻ റാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ. കെട്ടി നിൽക്കുന്ന വളരെ കുറഞ്ഞ അല്ലെങ്കിൽ കെട്ടി നിർത്തപ്പെട്ട രൂപത്തിലുള്ള വെള്ളങ്ങളിൽ കുളിക്കാതിരിക്കണം. മാലം ഇസ്തബ്ഹർ, അത് കടല് പോലെയാവാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ വലിയ കുളം അതുപോലെ വലിയ തടാകം അവിടങ്ങളിലല്ല. മാലം ഇസ്തബ്ഹർ എന്നുണ്ടാവും അല്ലെ? അല്ല, എങ്ങനെയുള്ള കെട്ടി നിൽക്കുന്ന വെള്ളമാണ് ലം ഇസ്തബ്ഹർ. അതിനെന്ത് കിട്ടില്ല? കടല് പോലെയാക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കടല് പോലെ അല്ലെങ്കിൽ കടലിന് സമാനമായ രൂപത്തിൽ കെട്ടിയൊക്കെ കൃത്യമായി വലിയ കുളവും വലിയ തടാകമൊക്കെ ആകുമ്പോൾ കറാഹത്ത് വരൂല. അല്ലാത്ത ചെറിയ ചെറിയ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൊക്കെ കുളിക്കലും വുളൂ ചെയ്യലും ഒക്കെ കറാഹത്താണ്, ഒഴിവാക്കേണ്ടതാണ്. ഏതുപോലെ കനാബിൻ മിൻ ഐനിൻ ഗൈരി ജാരിൻ, ഒഴുകാത്ത അരുവിയിൽ നിന്ന് ഉറവൊട്ടുന്നത് പോലെ. ഒഴുകാത്ത അരുവിയിൽ നിന്ന് ഉറവൊട്ടുന്നിടത്ത് ചെറിയ കുറച്ച് വെള്ളമേ ഉണ്ടാവുള്ളൂ. അത്തരം സ്ഥലങ്ങളിൽ നിന്ന് കുളിക്കരുത്. കനാബിൻ, ഉറവ പൊട്ടുന്നത് പോലെ, മിൻ ഐനിൻ ഗൈരി ജാരിൻ, ഒഴുകാത്ത അരുവിയിൽ നിന്നും ഉറവ പൊട്ടുന്നത് പോലെയുള്ള സ്ഥലം കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളിൽ കുളിക്കാതിരിക്കേണ്ടതാണ്. അതേസമയം വലിയ വലിയ കിണക്കുളങ്ങളും തടാകങ്ങളിൽ നിന്നുമൊക്കെ കുളിക്കുന്നതിന് ഈ പ്രയോഗം എതിരുമല്ല. ഇത് പറയുമ്പോൾ പറയേണ്ടി വരുന്ന ആലുവ തരീഖത്ത് എതിർക്കപ്പെടുന്നു എന്തുകൊണ്ട് എന്ന് SKSF MKUMN സുഹൃത്ത് ചോദ്യമാണോ ഉത്തരാണോ എന്നറിയില്ല. ഏതായാലും ഇന്ന് രാത്രിയാണെന്ന് തോന്നുന്നു അല്ലെ, ആലുവയിൽ നിന്നും അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ് ഉസ്താദിന്റെ വിശദീകരണമുണ്ട്. അത് കേൾക്കാൻ ശ്രമിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ലൈവ് ഉണ്ടല്ലോ അല്ലെ? ലൈവ് ഉണ്ട് എന്നാണ് എന്റെ അറിവ്. ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊന്നുകൂടി എല്ലാവരും കേട്ട് ആലുവ-തരീഖ് എതിർക്കപ്പെടുന്ന എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വ്യാഖ്യാനമുള്ളൂ. കേരളക്കരയിലെ മുഷാവറ, ഏറ്റവും ആധികാരിക പണ്ഡിത സഭ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാനപ്പെട്ട ഉലമാ ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചതാണ്. അത് പിഴച്ച പ്രസ്ഥാനമാണ്. മാത്രമല്ല, നമ്മൾ ബഹുമാന്യനായ അലവിക്കുട്ടി അബൂബക്കർ ഹുദവി മുണ്ടമ്പറമ്പും ബഹുമാനപ്പെട്ട നമ്മുടെ ക്ലാസ് റൂമിലെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ സിദ്ദീഖ് കരിമ്പ്ര സാഹിബ് അടക്കമുള്ള ആളുകളൊക്കെ ചേർന്ന് വലിയൊരു പരിപാടി മോങ്ങംഭാഗത്ത് നടത്തിയതും അതിന്റെ കള്ളത്തരങ്ങളൊക്കെ വ്യക്തമായി ബോധ്യപ്പെടുത്തിയതുമൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടാകും. അതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇതൊരു ഫർഖാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോൾ പറഞ്ഞു വരേണ്ട മറ്റൊരു ശാഖാപരമായ കാര്യം എന്താണ്? ഞാൻ ആദ്യം പോയി ചോദിക്കാം. ഒരാൾക്ക് വലിയ അശുദ്ധിയും വെള്ളിയാഴ്ച ദിവസം വലിയ അശുദ്ധിന്റെ കുളിയും കുളിക്കണം, ജുമുഅയുടെ കുളിയും കുളിക്കണം. എന്നാൽ രണ്ടിലും 2 കുളി വേണോ അല്ല ഒറ്റ കുളി മതിയോ എന്നതാണ് ചോദ്യം.
രണ്ട് ജുമാന്റെ സുന്നത്ത് കുളിയെയും ഞാൻ കരുതുന്നു, അതോടൊപ്പം ജനാബത്തിന് ഉയർത്താനും കരുതുന്നു. രണ്ടും കൂടി കരുതിയാൽ രണ്ടിന്റെയും പ്രതിഫലം ലഭിക്കുമോ? രണ്ടിന്റെയും പ്രതിഫലം ലഭിക്കുമെങ്കിൽ എസ് എന്നടിക്കുക, ഇല്ലെങ്കിൽ നോ എന്നടിക്കുക. ഉടനെ തന്നെ ഉത്തരങ്ങൾ വരുന്നുണ്ട്. എസ് എസ് എല്ലാവരും എസിന്റെ ആളാണ്. ഏതായാലും വിഷയം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ. ഏതായാലും നമുക്ക് ആ വിഷയത്തിലേക്കാണ് കടക്കാനുള്ളത്. അതാണ് ഫർഉൻ. ലവിഖ്തസല ലിജനാബത്തിൻ, ഒരാൾ ജനാബത്തിനു വേണ്ടി കുളിച്ചാൽ, വനഹ്വി ജുമുഅത്തിന്, ജുമുഅ പോലോത്തതിനു വേണ്ടിയും, ബിനിയ്യത്തിഹിമ, അവ രണ്ടിന്റെയും നിയ്യത്തോടുകൂടി, ജനാബത്തിന്റെ നിയ്യത്തും അതോടൊപ്പം ജുമുഅന്റെ നിയ്യത്തും, ഇത് രണ്ടും കരുതി ഒരാൾ കുളിച്ചാൽ ഹസ്വല, അവ രണ്ടും അവനിക്ക് ലഭിക്കും. ജുമുഅന്റെ നിയ്യത്തും ജുമുഅയുടെ കുളിയുടെ നിയ്യത്തും ജനാബത്തിന്റെ നിയ്യത്തും രണ്ട് നിയ്യത്തോടെയും കുളിച്ചാൽ രണ്ടും ലഭിക്കും. എന്നാൽ ഞാൻ സാന്ദർഭികമായി ചോദിക്കാണ്, ഒരാൾ ളുഹർ നിസ്കരിക്കുമ്പോൾ ളുഹർ എന്ന ഫർദ് നിസ്കാരവും അതിനു മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരവും രണ്ടും കരുതിയാൽ രണ്ടും ലഭിക്കുമോ? ലഭിക്കുമെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ. ഉത്തരം വ്യക്തമാണ് അല്ലെ. ളുഹറും രണ്ടും ഒന്നിച്ച് കരുതാൻ പറ്റൂല. ജസീൽ കേസി എസ് നടിച്ചത് നോ എന്നതിന് എസ് നടിച്ചതായിരിക്കും അല്ലെ. അല്ലെങ്കിൽ നല്ല സുഖമല്ലേ, ഫർദ് നിസ്കാരത്തിന്റെ ഒക്കെ സുന്നത്തും കൂടി കരുതിയാൽ മതിയല്ലോ, വേറെ പ്രത്യേകിച്ച് ചെയ്യേണ്ടില്ലല്ലോ. ചോദ്യം ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം ജസീൽ കേസി പ്രതികരിച്ചത്. അതായത് ളുഹർ നിസ്കരിക്കുമ്പോൾ ളുഹർ എന്ന ഫർദ് നിസ്കാരം 4 റക്അത്തും അതിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം 4 റക്അത്തും നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ രണ്ടും കിട്ടുമോന്നാണ്. കിട്ടൂല എന്ന ജാഫർ മണ്ണിയിൽ സാഹിബിന്റെ ഉത്തരമാണ് ശരി. ജസീൽ കേസി വേറെന്തോ അർത്ഥത്തിൽ തെറ്റിദ്ധരിച്ചതാവാനാണ് സാധ്യത. ഏതായാലും അങ്ങനെ കിട്ടൂല, അത് രണ്ടും കരുതിയ നിസ്കാരം തന്നെ ബാത്തിലാവുന്നതാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ രണ്ടും കരുതിയാൽ രണ്ടും ലഭിക്കും. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. അറഫ നോമ്പ് വെള്ളിയാഴ്ച വന്നു, അറഫ നോമ്പ് തിങ്കളാഴ്ച വന്നു, അറഫയുടെ നോമ്പ് തിങ്കളാഴ്ച വന്നു. അല്ലെങ്കിൽ പോകട്ടെ, എനിക്കൊരു റമദാനിലെ നോമ്പ് ഖളാ ഉണ്ട്, ഖളാ ഉള്ള റമദാനിലെ നോമ്പും അറഫയുടെ നോമ്പും രണ്ടും കരുതി ഞാൻ നോമ്പെടുത്താൽ രണ്ടും എനിക്ക് ലഭിക്കുമോ? ഇല്ലേ. ലഭിക്കുമെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ. അറഫ ദിവസവും എന്റെ നഷ്ടപ്പെട്ട നോമ്പും രണ്ടും കരുതിയാൽ കിട്ടും. നോമ്പിന്റെ അടുത്ത് അതെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഉത്തരവൊക്കെ വ്യക്തമാണ്. അതുകൊണ്ട് വിഷയത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ ജനാബത്തിന് വേണ്ടിയും ജുമുഅ പോലോത്തതിന് വേണ്ടിയും രണ്ടിന്റെയും നിയ്യത്ത് വെച്ച് കുളിച്ചാൽ രണ്ടും ലഭിക്കും. എന്നാൽ എങ്ങനെയാണ് നല്ലത്? വഇൻകാനൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠത ആണെങ്കിലും, ഇഫ്രാദ കുല്ലിൻ ബി ഗസ്ലിൻ, ഓരോന്നിനും ഓരോ കുളി കൊണ്ട് തനിപ്പിക്കലാണെങ്കിലും, ജുമഅക്കൊരു കുളി ആദ്യം കുളിക്കേണ്ട ശേഷം ഉടനെ തന്നെ വേണമെങ്കിൽ മറ്റേ നിയ്യത്തും വെച്ച് കുളിക്കുക. രണ്ടിനും ഓരോ നിയ്യത്ത് വെച്ച് ചെയ്യലാണ് അഫ്ളൽ. ഏറ്റവും ശ്രേഷ്ഠമായത് അങ്ങനെയാണ്. ജനാബത്തിന് അത് വെക്കുക, ഇതും വെക്കുക. ജസീൽ കേസി ഫർദിനൊപ്പം തഹിയ്യത്ത് നിസ്കാരം കിട്ടൂല എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്, അതല്ല ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ചോദിച്ചത്. ജസീൽ കേസി പറഞ്ഞ ഉത്തരം ക്ലിയർ ആണ്. ഫർദിനൊപ്പം തഹിയ്യത്ത് നിസ്കാരം കിട്ടും, അത് ശരി തന്നെയാണ്. ഇനി വൈകാനൽ അഫ്ളലു, ശ്രേഷ്ഠതയുള്ളത് ആണെങ്കിലും ശ്രേഷ്ഠമായതാണെങ്കിലും, ഇഫ്രാദ കുല്ലിൻ, ഓരോന്നിനെയും തനിപ്പിക്കുക, ഒറ്റപ്പെടുത്തുക, ബി ഹുസ്ലിൻ, കുളി കൊണ്ട്, ഓരോന്നിനും വേണ്ടി കുളിക്കലാണ് ശ്രേഷ്ഠമായത്. ജനാബത്തിന് ഉയർത്താൻ ആദ്യം കുളിക്കുന്നു, പിന്നെ ജുമഅന്റെ സുന്നത്ത് കൂടി കുളിക്കുന്നു. ഇങ്ങനെ കുളിക്കലാണ് ശ്രേഷ്ഠതയെങ്കിലും രണ്ടും ഒന്നിച്ച് കരുതിയാലും രണ്ടും ലഭിക്കുന്നതാണ്. ഔലി അഹദിഹിമ, അല്ലെങ്കിൽ രണ്ടിൽ ഒന്നിനു വേണ്ടി കുളിച്ചു, രണ്ടാലൊന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ, എന്നാൽ ഹസ്വല ഫഖത്ത്, അത് മാത്രമേ കിട്ടുള്ളൂ. ജനാബത്തിന് ഉയർത്താൻ കുളിച്ചാൽ അത് കിട്ടും, ജുമഅന്റെ സുന്നത്തിനെ കരുതിയാൽ അത് കിട്ടും. ഏതാണോ കരുതിയത് അതേ കിട്ടുകയുള്ളൂ. വലൗ അഹദസ, ഇനി മറ്റൊരു വിഷയമാണ്. വലൗ അഹദസ, ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായാൽ, സുമ്മ അജ്നബ, പിന്നെ വലിയ അശുദ്ധിയും ഉണ്ടായി, എന്നാൽ കഫാ ഗുസ്ലുൻ വാഹിദുൻ, ഏക കഴുകൽ മതിയാകും, ഏക കുളി മതിയാകും. വഇല്ലം യൻവി മഅഹുൽ വുളൂഅ, അതോടൊപ്പം വുളൂഇനെ കരുതിയിട്ടില്ലെങ്കിലും, എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നു വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്നൊന്നും കരുതി കുളിക്കണമെന്നില്ല. വലിയ അശുദ്ധിയെ ഉയർത്തി കുളിക്കുന്നു എന്ന് കരുതിയാൽ ചെറിയ അശുദ്ധിയും ഉയരും. വലൗ അഹ്ദസ, ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായാൽ, സുമ്മ അജ്നബ, പിന്നീട് വലിയ അശുദ്ധിയും ഉണ്ടായി, എങ്കിൽ കഫാ ഗുസ്ലുൻ വാഹിദുൻ,
ഏക കുളി മതി, അല്ലെങ്കിൽ ഏക കഴുകൽ മതി. വ ഇല്ലം യൻവി മഅഹു, അതോടൊപ്പം കരുതിയിട്ടില്ലെങ്കിലും ശരി, അൽ വുദൂഅ, വുദൂഇനെ. വലാ റത്തബ അഅ്ളാഅഹു, അവന്റെ അവയവങ്ങളെ തർത്തീബ് ചെയ്തിട്ടില്ലെങ്കിലും ശരി, ഏക കുളി മതിയാകുന്നതാണ്. ഫർഉൻ, ഇത് മറ്റൊരു ഫർആണ്. ഇതുമായി പറയേണ്ട മറ്റൊരു വിഷയമാണ്. എന്താണ്? യുസന്നു ലിജുനുബിൻ വഹാഇദിൻ, ജനാബത്തുകാരന് സുന്നത്താണ്. വഹാഇദിൻ, ഹൈദുകാരിക്കും സുന്നത്താണ്. വനുഫസാഅ, നിഫാസുകാരിക്കും സുന്നത്താണ്. ഹൈദുകാരിക്കും നിഫാസുകാരിക്കും സുന്നത്താണെന്നത് ബഅദൻഖിതാഇ ദമിഹിമ, രണ്ടുപേരുടെയും രക്തം മുറിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഹൈദ് ഉണ്ടാകുമ്പോൾ സുന്നത്തില്ല, നിഫാസ് ഉണ്ടാകുമ്പോൾ സുന്നത്തില്ല. രണ്ടിനാളുടെയും രക്തം മുറിഞ്ഞതിന് ശേഷവും ജനാബത്തുകാരൻ എപ്പോഴും സുന്നത്താണ്. യുസന്നുൽ ജുനുബിൻ, ജനാബത്തുകാരന് വലിയ അശുദ്ധിയുള്ളവന് സുന്നത്താക്കപ്പെടും. വഹാഇദിൻ, ഹൈദുകാരിക്കും. വനുഫസാഅ, നിഫാസുകാരിക്കും സുന്നത്താക്കപ്പെടും. ബഅദൻഖിതാഇ ദമിഹിമ, രണ്ടുപേരുടെയും രക്തം മുറിഞ്ഞതിന് ശേഷം. എന്താണ് സുന്നത്ത്? ഗസ്ലു ഫർജിൻ, ഗുഹ്യഭാഗം കഴുകൽ. ഗുഹ്യഭാഗം കഴുകൽ സുന്നത്താണ്. വവുദൂഉൻ, വുദൂ ചെയ്യലും സുന്നത്താണ്. ലിനൗമിൻ, ഉറങ്ങാൻ വേണ്ടി. വലിയ അശുദ്ധിക്കാരനായാൽ ഉറങ്ങണമെങ്കിൽ വുദൂ എടുക്കലും ഗുഹ്യഭാഗം കഴുകലും സുന്നത്താണ്. അതുപോലെ ഹൈദുകാരിക്ക് രാത്രി സമയത്താണ് ഹൈദ് മുറിഞ്ഞതെങ്കിൽ അവൾക്ക് ഉടനെ തന്നെ കുളിക്കണമെന്നില്ല. ഇശായിന്റെ ടൈമിലാണ് മുറിഞ്ഞതെങ്കിൽ ഇശാ നിസ്കരിക്കണം, ഇശാവും മഗ്രിബൊക്കെ നിസ്കരിക്കണം. പക്ഷെ എന്നാലും തൽക്കാലം എന്ത് ചെയ്യും, അപ്പം തന്നെ വേണമെന്നില്ല. തൽക്കാലം ഉറങ്ങി എഴുന്നേൽക്കാനാണ് കരുതെങ്കിൽ ഉറങ്ങുമ്പോൾ വുദൂ ചെയ്യൽ സുന്നത്താണ്. വഅക്കിലിൻ, തിന്നുന്നതിന് വേണ്ടിയും. തിന്നാൻ വേണ്ടി ഒരു ജനാബത്തുകാരന് ഉദാഹരണത്തിന് ദാമ്പത്യ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ തിന്നാനോ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? കുളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അപ്പം തന്നെ കുളിക്കലായിരിക്കും നല്ലത്. ഇനി അപ്പം തന്നെ കുളിക്കുന്നില്ല, വെള്ളമോ മറ്റോ കുടിക്കണമെന്നോ തിന്നണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗുഹ്യഭാഗം കഴുകുകയും വുദൂ ചെയ്യലും സുന്നത്താണ്. വഅക്കിലിൻ, തിന്നുന്നതിന് വേണ്ടിയും. വശുർബിൻ, കുടിക്കുന്നതിന് വേണ്ടിയും. എന്ന് പറഞ്ഞ ജനാബത്തോടുകൂടി തന്നെ വുദൂ ഇല്ലാതെയോ ഗുഹ്യഭാഗം കഴുകാതെയോ കുടിക്കുന്നതും തിന്നുന്നതും ഉറങ്ങുന്നതും ശരിയല്ല എന്നതാണ് താല്പര്യം. യുസന്നുലി ജുനുബിൻ വഹാഇദിൻ വനുഫസാഅ, ഇത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താം. ജബത്തുകാരന് സുന്നത്താണ്. വഹാഇദിൻ, ഹൈദുകാരിക്കും സുന്നത്താണ്. വമുനുഫസാഅ, നിഫാസുകാരിക്കും. ബഅദൻഖിതാഇ ദമിഹിമ, രണ്ടുപേരുടെയും രക്തം മുറിഞ്ഞതിന് ശേഷം. എന്താണ് സുന്നത്ത്? ഗസ്ലു ഫർജിൻ, ഗുഹ്യഭാഗം കഴുകലും. വവുദൂഉൻ, വുദൂ ചെയ്യലും. ലിനൗമിൻ, തിന്നാൻ വേണ്ടി, ഉറങ്ങാൻ വേണ്ടി. വഅക്കിലിൻ, തിന്നുന്നതിന് വേണ്ടി. വശുർബിൻ, കുടിക്കുന്നതിന് വേണ്ടി. വയുക്റഹു ഫിഅലു ശൈഇൻ മിൻ ദാലിക, ഈ പറയപ്പെട്ടതിൽ നിന്ന് വല്ലതും ചെയ്യൽ കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ തിന്നൽ, കുടിക്കൽ, ഉറങ്ങൽ തുടങ്ങിയവ ചെയ്യൽ കറാഹത്താണ്. ആർക്ക്? ജനാബത്തുകാരനും ഹൈദ് നിഫാസുകാരിക്ക് രക്തം മുറിഞ്ഞതിന് ശേഷവും കറാഹത്താണ്. ബിലാ വുദൂഇൻ, വുദൂ ഇല്ലാതെ. വയുക്റഹു ഫിഅലു ശൈഇൻ മിൻ ദാലിക, അതിൽ നിന്ന് വല്ലതും ചെയ്യൽ കറാഹത്താണ്. ബിലാ വുദൂഇൻ, വുദൂ ഇല്ലാതെ ചെയ്യൽ. ഇപ്പോ സാന്ദർഭികമായും കഴിഞ്ഞ 2 ദിവസം മുമ്പാറ്റും ആരോ ചോദിച്ച പോലെ ഓർക്കുന്നു, ഹൈദുകാരിക്ക് വുദൂ എടുക്കലും മറ്റൊക്കെ ഉറങ്ങുമ്പോൾ വുദൂ ഒക്കെ എടുക്കണോ എന്നുള്ളൊരു ചോദ്യം അല്ലെ. ഹൈദുകാരിക്ക് ഉറങ്ങുമ്പോൾ വുദൂ ആണോ? ഏതായാലും ആ രൂപത്തിലുള്ളൊരു ചോദ്യം ഇവിടെ വന്നിരുന്നു. അവ ഞാൻ പറഞ്ഞ വിഷയം കാരണം ഹൈദുകാരിക്ക് ഉണ്ടാവൂല എന്നാണ്. കാരണം ഇസ്ഥലത്ത് പോലും അവിടെ രക്തം മുറിഞ്ഞതിന് ശേഷമാണ് നിയമം പറയുന്നത്. അല്ലാതെ അവൾക്ക് പ്രത്യേകം വുദൂ സുന്നത്തുള്ളതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അല്ലെ. എന്നാലും ഹനഫി മദ്ഹബിലൊക്കെ കാണാം, ഓരോ ഫർദ് നിസ്കാരത്തിന്റെയും സമയമാകുമ്പോ ഹൈദുകാരി എന്ത് ചെയ്യണം? ഹൈദുകാരിക്ക് നമസ്കാരത്തിന്റെ സമയമായാൽ അവൾ വുദൂ ചെയ്യുകയും അവൾ നിസ്കരിക്കുന്ന സ്ഥലത്തിരിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യണം? നിസ്കാരം വീട്ടാൻ നിസ്കരിക്കാൻ എത്ര സമയം ആവശ്യമുണ്ടോ ആ സമയം അവിടെ ഇരുന്ന് തസ്ബീഹും തഹ്ലീലൊക്കെ ചൊല്ലണമെന്ന് ഹനഫി മദ്ഹബിലെ ചില കിതാബുകളിലൊക്കെ കാണാം. എന്നിട്ട് ആ കിതാബുകളിലൊക്കെ ഒരു ഹദീസും കാണുന്നുണ്ട്. ഹദീസിന്റെ സ്വീകാര്യതയും ദൗർബല്യമൊന്നും എനിക്കറിയില്ല, പരിശോധിച്ചിട്ടുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നാലും പ്രിയപ്പെട്ട സഹോദരികൾ കേൾക്കുന്നുവെങ്കിൽ അവർക്കു വേണ്ടി ഓർമ്മപ്പെടുത്താം.
ഇദസ്തഗ്ഫറത്തിൽ ഹായിദു, ഹൈലുകാരി പൊറുക്കലിനെ തേടിയാൽ ഫി വക്തി കുല്ലി സ്വലാത്തിൻ, ഓരോ നമസ്കാരത്തിന്റെയും സന്ദർഭത്തിൽ വക്തിൽ ഹൈലുകാരി പൊറുക്കലിനെ തേടിയാൽ 70 മറ, 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ കുത്തിബ ലഹ അൽഫു റക്അ, 1000 റക്അത്തിന്റെ പ്രതിഫലം അവൾക്ക് രേഖപ്പെടുത്തപ്പെടും. വഗുഫിറ ലഹ 70 ദംബൻ, 70 പാപം അവൾക്ക് പൊറുക്കപ്പെടും. വറുഫിഅ ലഹ ദറജത്തുൻ, ഒരു പദവി അവൾക്ക് ഉയർത്തപ്പെടും. വഉതിയ ബിഹാ ബികുല്ലി ഹർഫിൻ മിൻ ഇസ്തിഗ്ഫാരിഹ, അവളുടെ ഇസ്തിഗ്ഫാറിൽ നിന്ന് ഓരോ അക്ഷരത്തിന് പകരവും അവൾക്ക് നൽകപ്പെടും നൂറുൻ, ഒരു പ്രകാശം. വകുതിബ ബികുല്ലി ഇർഖിൻ ഫീ ജസദിഹ, അവളുടെ ശരീരത്തിൽ ഓരോ നരമ്പിന് പകരവും അവൾക്ക് എഴുതപ്പെടും ഹജ്ജത്തും ഉംറ, ഒരു ഉംറയും ഹജ്ജും രേഖപ്പെടുത്തപ്പെടും എന്നൊക്കെ ഹനഫി മദ്ഹബിലെ ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. നമ്മുടെ മദ്ഹബിൽ അങ്ങനെ പ്രത്യേകം ഒന്നും കണ്ടിട്ടില്ല. ഏതായാലും ഹൈദകാരിയും ഒന്നും ചെയ്യാതിരിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അടുത്ത വിഷയത്തിലേക്ക് കടക്കാണ്. വയംബഗി, ഇതാണ് നമ്മൾ എപ്പോഴും പലരും ഈ ക്ലാസ് തുടങ്ങിയതിനു ശേഷം 3 or 4 ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ്. അതിന്റെ ഉത്തരമാണ് അടുത്ത വരുന്നത്. അതായത് ഹൈദുകാരി അല്ലെങ്കിൽ ജനാബത്തുകാരൻ എന്ത് ചെയ്യാൻ പാടില്ല? നഖം, മുടി പോലുള്ളവ നീക്കം ചെയ്യാൻ പാടില്ല എന്ന് നമുക്കൊക്കെ എപ്പോഴും അറിയുന്നൊരു മസലയാണ്, അല്ലെ? അത് നീക്കം ചെയ്യാൻ പാടില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന മസലയാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് ഹറാമാണെന്ന് പറയാനൊന്നും സാധ്യമല്ല. ചെയ്യാതിരിക്കലാണ് നല്ലത് എന്നേ പറയാൻ പറ്റൂ. ആ ഒരു വിഷയത്തിലേക്കുള്ള സൂചനയാണ്. വയംബഗി, അത്യാവശ്യമാണ്. വയംബഗി, അത്യാവശ്യമാണ്. അല്ലാ യുസീലു, ഈ ജനാബത്തുകാരനും ഹൈദുകാരിയും ഒക്കെ നീക്കാതിരിക്കൽ. ഖബ്ലൽ ഗുസ്ലി, കുളിക്കുന്നതിന് മുമ്പ്. ഷഅറൻ, രോമത്തെയോ. ഔ ഗുഫ്റൻ, നഖത്തെയോ. വകദാ ദമൻ, അപ്രകാരം രക്തത്തെയോ. ഇതൊന്നും നീക്കാതിരിക്കൽ അത്യാവശ്യമാണ്. ഇതാണ് ഈ സംബന്ധിയായി മഹാന്മാരായ പണ്ഡിതന്മാർ പലരും നൽകിയ ഇബാറത്ത്. ചില മഹാന്മാർ നൽകിയിട്ടുണ്ട് നീക്കാതിരിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ് നീക്കുന്നത് ഏതായാലും ശരിയല്ല. മുടി, നഖം, രക്തമൊന്നും നീക്കാതിരിക്കൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ നീക്കാതിരിക്കേണ്ടതാണ്, നീക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ അർത്ഥം. കാരണം ഒരു സുഹൃത്തന്നെ മിഞ്ഞാന്ന് ചോദിച്ചിരുന്നു, അങ്ങനെ നീക്കിയ രോമങ്ങളും മറ്റുമൊക്കെ നാളെ ആഖിറത്തിൽ ഭയങ്കര ദുർഗന്ധമായി വമിക്കുമെന്നൊക്കെ. അവിടെ കാണുന്നത് മഹാന്മാർ ബഹുമാനോട് സൈദ് മഖ്ദൂം പറയാണ് ലി അന്നദാലിക, കാരണം അത് യരിദു ഫിൽ ആഖിറത്തി ജുനുബൻ, ആഖിറത്തിൽ ജനാബത്തുകാരനായി വരുമെന്ന്. ആഖിറത്തിൽ ജനാബത്തുകാരൻ ജനാബത്തോടു കൂടിയാണല്ലോ അത് നീക്കം ചെയ്തത്. ഇനി നീക്കം ചെയ്താൽ ലിഅന്നദാലിക യുറദ്ദു, അവകളെ മടക്കപ്പെടും. ഫിൽ ആഖിറത്തി ജുനുബൻ, ആഖിറത്തിൽ ജനാബത്തുകാരനായി. അങ്ങനെയും നമുക്ക് വായിക്കാം. വേണമെങ്കിൽ യരിദു എന്നും വായിച്ച തെറ്റില്ല എന്നാണ് തോന്നുന്നത്. ലിഅന്നദാലിക യറുദ്ദു ഫിൽ ആഖിറത്തി യുറദ്ദു, അത് ആഖിറത്തിൽ നാളെ ജനാബത്തുകാരനായി മടക്കപ്പെടും, അല്ലെങ്കിൽ അത് ജനാബത്തുകാരനായി ആഖിറത്തിൽ വരും. ഇനി അഥവാ ഇന്നലെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, അങ്ങനെ നീക്കം ചെയ്യാൻ പറ്റൂല, ഏതായാലും നീക്കം ചെയ്യാതിരിക്കലാണ് നല്ലത്. നീക്കിപ്പോയാൽ അത് പിന്നെ പ്രത്യേകം കഴുകുന്നതിൽ വല്ലതുണ്ടോ? അത് പിന്നെ പ്രത്യേകം കഴുകുന്നതിൽ കാര്യമൊന്നും ഉണ്ടാവില്ല, അത് കുഴിച്ചിടേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. വജാസ തകശുഫുൽ ലഹു, മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാണ്. വജാസ, ജായിസാണ്. തകശുഫുൽ ലഹു, കുളിക്ക് വേണ്ടി പൂർണ്ണമായും തുറന്നിടൽ. തകശുഫുൽ ലഹു ലിൽ ഗുസ്ലി, കുളിക്ക് വേണ്ടി ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. ഫി ഖൽവത്ത്, ജാസ തകശുഫുൻ, ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. ലഹു, കുളിക്കു വേണ്ടി. ഫി ഖൽവത്തിൻ, വിജനതയിൽ, ആരുമില്ലാത്തിടത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് വേണമെങ്കിൽ കുളിക്കുന്നതിന് വേണ്ടി ഒരു ഡ്രസ്സും ഇല്ലാതെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ ആരുമില്ലാത്തിടത്താവണം. ഔ ബിഹലറത്തിമൻ, അല്ലെങ്കിൽ ഒരാളുടെ സന്നിധിയിൽ വെച്ചു. എങ്ങനത്തെ ആളാണ്? യജൂസു നദറുഹു, അവൻ നോക്കൽ ജായിസാണ്. ഇലാ ഔറത്തിഹി, ഇവന്റെ ഔറത്തിലേക്ക്. കസൗജത്തിൻ, ഭാര്യ പോലെ. വ അമത്തിൻ, അടിമ സ്ത്രീ പോലെ. തന്റെ ഔറത്ത് നോക്കാൻ ജായിസായ ഒരാൾ ഉണ്ടാകുമ്പോഴും വേണമെങ്കിൽ കുളിക്കുമ്പോൾ ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. വജാസ തകശുഫുൻ, ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. ലഹു, കുളിക്ക് വേണ്ടി. ഫി ഖൽവത്തിൻ, ഒറ്റക്ക് ആരുമില്ലാത്ത സന്ദർഭത്തിൽ, വിജനതയിൽ. ഔ ബിഹലറത്തിമൻ, അല്ലെങ്കിൽ ഒരുത്തരുടെ സന്നിധാനത്ത് വെച്ച്, സാന്നിധ്യത്തിൽ. എങ്ങനത്തെ ഒരുത്തനാണ്? യജൂസു നദറുഹു, അവൻ നോക്കൽ ജായിസാണ്. ഇലാ ഔറത്തി, ഇവന്റെ ഔറത്തിലേക്ക്. ആരെപ്പോലെ? കസൗജത്തിൻ, ഭാര്യയെ പോലെ. വാമത്തിൻ, അടിമ സ്ത്രീയെ പോലെ.
എന്നാലും വസ്സത്റു അഫ്ളലു, വസ്സത്റു മറക്കലാണ് അഫ്ളലു ഏറ്റവും ശ്രേഷ്ഠമായത്. കുളിക്കുമ്പോഴാണെങ്കിലും മറക്കൽ തന്നെയാണ് പുണ്യം അല്ലെ. വസ്സത്റു അഫ്ളലു. വഹറുമ ഔറത്ത് വെളിപ്പെടുത്തൽ ഹറാമാണ്. ഇൻകാന സമ്മ അവിടത്തിലുണ്ടെങ്കിൽ മൻ യഹ്റുമു നദറുഹു ഇലൈഹ ഔറത്തിലേക്ക് നോക്കൽ ഹറാമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെളിപ്പെടുത്തൽ ഹറാമാണ്. അതിന് പ്രത്യേകം പറയേണ്ടതില്ല. വഹറുമ ഔറത്ത് വെളിപ്പെടുത്തൽ ഹറാമാണ്. ഇൻകാന സമ്മ അവിടത്തിലുണ്ടെങ്കിൽ മൻ ഒരുത്തൻ, എങ്ങനത്തെ ഒരുത്തനാണ് യഹ്റുമു നദറുഹു അവൻ നോക്കൽ ഹറാമാകും ഇലൈഹ ഔറത്തിലേക്ക്, ഔറത്തിലേക്ക് നോക്കൽ ഹറാമായ ആളുണ്ടെങ്കിൽ ഔറത്ത് വെളിപ്പെടുത്തൽ ഹറാമാണ്. ഇതുപോലെ തന്നെ കമാ ഹറുമ ഫിൽ ഖൽവത്തി വിജനമായ സ്ഥലത്ത് ഹറാമ ഔറത്ത് വെളിപ്പെടുത്തൽ ഹറാമായതുപോലെ ബിലാഹാജത്ത് ഒരാവശ്യവുമില്ലാതെ, അപ്പൊ ഒരാവശ്യമില്ലാതെ വിജനമായ സ്ഥലത്ത് ഹറാമ് തന്നെയാണ്. പിന്നെ അപ്പൊ ആദ്യം പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലാണെന്ന് വെക്കണം അല്ലെ. ആവശ്യത്തിന് വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ വിജനമായ സ്ഥലത്ത് ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണെന്ന് പറഞ്ഞത്. എങ്കിലും ഒരാവശ്യവും ഇല്ലെങ്കിൽ വിജനമായ സ്ഥലത്തും ഔറത്ത് വെളിപ്പെടുത്തരുത്. കുളിയിലല്ല, കുളി ഇപ്പോൾ കുളി എന്നുള്ളതൊരു ആവശ്യമാണല്ലോ. കുളിയൊന്നല്ല, ഒരാൾ റൂമിൽ തനിച്ചാണ്, ആരുമില്ല, എന്നാലും പ്രത്യേക ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പാടില്ല? ഔറത്ത് വെളിപ്പെടുത്താൻ പാടില്ല. ഒരു റൂമിൽ ഒറ്റക്ക് അവൻ താമസിക്കുന്നു, മറ്റൊരാൾക്കും കാണാനൊന്നും കഴിയില്ല, എന്നാൽ പോലും അവൻ എന്ത് ചെയ്യാൻ പാടില്ല? വിജനമായ സ്ഥലത്ത് ഒറ്റക്കിരിക്കുമ്പോൾ ഔറത്ത് വെളിപ്പെടുത്താൻ പാടില്ല. അതേസമയം കുളിക്കാണെങ്കിൽ ആരുമില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. എന്നാൽ വഹല്ല ഫീഹ വിഷയം മനസ്സിലായല്ലോ. ആദ്യം പറഞ്ഞത് കുളിക്ക് വേണ്ടി വിജനതയിൽ ഔറത്ത് വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ പറഞ്ഞത് ആരുമില്ലാത്തിടത്ത് പ്രത്യേക ആവശ്യങ്ങളൊന്നുമില്ല, കുളിയൊന്നുമല്ല, എന്നാൽ ഔറത്ത് വെളിപ്പെടുത്തൽ ഹറാമാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലരെങ്കിലും നിസ്സാരമായി കാണുന്ന വിഷയമായിരിക്കും. ആരുമില്ലല്ലോ തന്റെ റൂമിൽ, ഞാൻ ഒറ്റയ്ക്ക് നിലക്ക്, ഔറത്ത് വെളിപ്പെടുത്താൻ പാടില്ല. ഡ്രസ്സ് ധരിക്കണം തന്നെയില്ല, പൊച്ചാലും മതി, കുഴപ്പമില്ല. ഉറങ്ങുമ്പോൾ ഡ്രസ്സ് ധരിക്കണം തന്നെ നിർബന്ധമില്ല, മറിച്ചെന്ത് ചെയ്താൽ മതി? എന്തെങ്കിലും പുതച്ചാൽ മതി, ഔറത്ത് മറച്ചാൽ മതി. ഇനിയോ വഹല്ല ഫീഹ ഈ വിജനമായ സ്ഥലത്തും ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. അതിനാ അറദിൻ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കമയത്തത് പിന്നീട് വരുന്നുണ്ട്. ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ പോലും വിജനമായ സ്ഥലത്ത് ഔറത്ത് വെളിപ്പെടുത്താം. ഉദാഹരണത്തിന് ഈ ഡ്രസ്സ് ഇട്ട് കടന്നാൽ വേറൊന്നും മാറ്റാനില്ല, ഈ ഡ്രസ്സ് ഇട്ട് കടന്നാൽ ഡ്രസ്സിന് മണ്ണാകും, ഡ്രസ്സിന് പൊടിയാകും, അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാം? അനുവദനീയാണ്. അല്ലാതെ ഒരാവശ്യവുമില്ലാതെ വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെടൽ ഹൽവത്തിൽ ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസല്ല, ഹറാമാണ്. കമയത്തി പിന്നീട് വരുന്നത് പോലെ. അപ്പം കുളിയുമായി ബന്ധപ്പെട്ട മസ്അല തൽക്കാലം ഇവിടെ ഫത്ഹുൽ മൊയ്ൻ നിർത്തുന്നു. വസാനീഹ എന്ന് പറഞ്ഞിട്ട് പഴയ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. അതിനിടയിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മൈക്ക് നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്നു. ആർക്കെങ്കിലും ഇതുമായി സംബന്ധിയായ സംശയങ്ങളുള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതിന് വിരുദ്ധമായത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് തിരുത്തുകയോ, അല്ലെങ്കിൽ അതിന് കൃത്യമായി ഞാൻ തിരുത്തേണ്ടതാണ് ഞാൻ, നിങ്ങളാണെങ്കിൽ നിങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ചോദിക്കാൻ വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ജസീൽ കേസിക്ക് ആരാ ഡോട്ടിട്ട്? ജസീൽ കേസി റൈസാൻഡ് ചെയ്തല്ലേ? ജസീൽ കേസിയുടെ ഡൗട്ട് ആരാ ഇട്ടത്? ജസീൽ കേസിക്ക് ചോദിക്കാനുള്ള സൗകര്യം ചെയ്യണം. ആരാണ് ഡോട്ടിട്ടത്? ജസീൽ എന്ന ശബ്ദം കേൾക്കുന്നില്ലേ? ജസീൽ എന്ന ശബ്ദം കേൾക്കുന്നില്ല. ഞാൻ ഡോട്ടും റീഡോട്ടൊക്കെ എന്തൊക്കെ മാറിപ്പോയിട്ടിട്ടുണ്ട്. ജസീലിന് ഡോട്ടിനൊന്നും കഴിയുന്നില്ലേ? അബ്ദുള്ള 970 മറ്റേതെങ്കിലും സുഹൃത്തുക്കളൊന്നും ചെയ്യണം. ഓക്കെ, മുതുട്ടിക്ക ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജസീൽ കേസ് മൈക്കിലേക്ക് വരുന്നെങ്കിൽ വരി. മൈക്കിലേക്ക് വന്ന ആരാ ഡൗട്ട് ഇട്ടത്? ഞാൻ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞല്ലേ? ഓക്കെ, ജസീൽ കേസ് ഇല്ല. വേറെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് മൈക്കിലേക്ക് വരണമെങ്കിൽ വരാം. ഏതായാലും സംശയത്തിന് അല്പം സമയം തരികയാണ്. കാരണം ഇന്നലെയും അല്പം സമയം ഉണ്ടായിട്ടില്ല. മാത്രമല്ല വളരെയധികം നമുക്ക് ആവശ്യമുള്ളൊരു വിഷയവുമാണ്.
കുളിയുമായി ബന്ധപ്പെട്ട മസാലകൾ ധാരാളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല വലിയ ശുദ്ധി ഉയർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക. ആരുമില്ലെങ്കിൽ നമുക്ക് ക്ലാസ് തുടരുക തന്നെ ചെയ്യാം. മൈക്കിൽ വരാൻ കഴിയാത്തവർ ടെക്സ്റ്റ് അടിച്ചാലും മതി. ഓക്കെ, ജാഫർ മണ്ണിയിൽ സാഹിബ് മുഹമ്മദ് കുട്ടി സാഹിബ് ഒക്കെ മുഹമ്മദിക്കൊക്കെ റെസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. തൽക്കാലം ഞാൻ മൈക്ക് കൈമാറുന്നു. അസ്സലാമു കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, ഇപ്പൊ നമ്മള് വലിയ ശുദ്ധി ഉണ്ടായി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാണ്ട് മനി കണ്ടാൽ വീണ്ടും രണ്ടാമത് കുളിക്കണം. അതായത് മൂത്രമൊഴിക്കൽ സുന്നത്താണ്. മൂത്രം ഒഴിച്ചില്ലാന്ന് വിചാരിക്കാം. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോ അതിന് വന്നു കഴിഞ്ഞാല് വീണ്ടും നമ്മൾ വലിയ ശുദ്ധി ഉയർത്തേണ്ടി വരുമോ? അതായത് കുളിച്ചതിന് ശേഷം മനിയെ കണ്ടാലല്ല, മനിയെ വീണ്ടും വന്നാൽ കുളിക്കണമെന്നാണ്. കുളിക്കണം. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് മൂത്രമൊഴിച്ച ഇൻസാലുണ്ടായാൽ മൂത്രമൊഴിക്കണമെന്ന് പ്രത്യേകം പറയുന്നതും. കുളിക്കണം എന്ന് തന്നെയാണ്. മനസ്സിലായിട്ടുണ്ടാകും. അതൊരു സുഹൃത്ത് ടെക്സ്റ്റ് അയച്ചിട്ടുണ്ട്. കലങ്ങിയ വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, കലങ്ങിയ വെള്ളത്തിൽ നിന്ന് കുളിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം കലങ്ങിയ വെള്ളം എന്ന് പറയുന്നത് അത് നിൽക്കുന്ന സ്ഥലത്തിലോ മക്കറിലോ മമറിലോ ഉള്ള പകർച്ച കൊണ്ട് കുഴപ്പമില്ല എന്ന് ഫത്ഹുൽ മുഈനിൽ നമ്മൾ ആ ഭാഗത്ത് ഓതിയിട്ടുണ്ട്. മക്കറിലും മമറിലുമുള്ള, അതായത് നിൽക്കുന്ന സ്ഥലത്തും ഒഴുകുന്ന സ്ഥലത്തുമുള്ള പകർച്ച കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് കലങ്ങിയ വെള്ളവും മണ്ണും കൂടിയായിരിക്കും, അതുകൊണ്ട് പ്രത്യേകം കുഴപ്പമൊന്നുമില്ല എന്ന് അറിയിക്കാണ്. അതോടൊപ്പം മറ്റൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, ക്ലാസിന്റെ ദുൽദുലോ അബ്ദുള്ള തുനൂറോ ഇവതോ മറുപടി പറയേണ്ടതാണ്. നമ്മുടെ ഫത്ഹുൽ മുഈനിൽ എത്രാം പേജാണ്? മദീനത്തുൽ മുനവ്വറ എന്ന സുഹൃത്ത് ചോദിച്ചാണ്. ക്ലാസ്സിൽ നമ്മൾ അതായിരിക്കും ചോദ്യമല്ല, ഫത്ഹുൽ മുഈൻ തന്നെയാണോ ചോദ്യം? നേർക്ക് നേരെ ഫത്ഹുൽ മുഈൻ ആണോ അല്ല നമ്മളിപ്പോ ഇവിടെ ടെക്സ്റ്റ് ചെയ്യുന്ന ഭാഗമാണോ ചോദ്യം? മദീനത്തുൽ മുനവ്വറ എസ് എന്ന് അടിച്ചെങ്കിൽ തിരിഞ്ഞിട്ടില്ല. ഔദ്യോഗിക ഫത്ഹുൽ മുഈനിലാണോ ചോദിക്കുന്നത്? അല്ല, നമ്മുടെ ടെക്സ്റ്റ് അടിക്കുന്ന ഭാഗത്താണോ? ടെക്സ്റ്റ് അടിക്കുന്ന ഭാഗത്താണ്. ദുൽദുൽ പേജ് നമ്പർ പറഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എനിക്ക് ബഹുമാനപ്പെട്ട മദീനത്തുൽ മുനവ്വറ, നിങ്ങൾ SS നടിക്കുന്ന എന്തിനാണെന്ന് തിരിയുന്നില്ല. ഞാൻ ഒന്നും കൂടി ചോദിക്കാണ്, കിതാബിലുള്ളതാണോ എങ്കിൽ S നടിച്ചോ, അല്ലെങ്കിൽ നോ. കിതാബിലുള്ളതാണെങ്കിൽ S നടിക്കുക, അല്ലെങ്കിൽ നോ. കിതാബിലുള്ളതാണല്ലേ. കിതാബ് ഏത് മോഡലുള്ളത്? കിതാബിലാണെങ്കിൽ എന്റെ കയ്യിലുള്ളത് അല്പം വലിയ കിതാബാണ്. എന്ന് പറഞ്ഞാല് നന്നാക്കി കിതാബ് എന്ന് പറയുന്ന സാധനമാണുള്ളത്. അതിന്റെ പേജ് 31. മറ്റേ കിതാബ് കയ്യിലില്ല. അങ്ങനെ അത്യാവശ്യം നാളത്തേക്ക് ഇൻഷാ അല്ലാഹ് പറയാം. ഒന്ന് നോക്കിയാൽ കുറച്ചൊരു 10-15 പേജ് മറിച്ചാൽ കിട്ടുന്ന തന്നെ. കൂടിയെന്നത്രേ ഉള്ളൂ. ഒരു 10-15 പേജ് മറിച്ചാൽ തന്നെ കിട്ടും. കുറെ നാള് ക്ലാസ് നടന്നിട്ടില്ല. പഴയ മോഡൽ അത് തന്നെ. അതിന്റെ പേജ് കൃത്യം എന്റെ കയ്യില. എന്റെ കയ്യിൽ അതല്ല ഉള്ളത്. ഏതായാലും നിങ്ങൾ കുറഞ്ഞ പേജ്, ഒരു 10-12 പേജ് മറിച്ചാൽ കിട്ടുന്നതായിരിക്കും. കാരണം കൂടുതലൊന്നും ഓതിയിട്ടില്ല, കുറെ കാലം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഒരു 5-6 ദിവസമായിട്ട് വീണ്ടും തുടങ്ങിയിട്ട്. അതുകൊണ്ട് നോക്കിയാൽ കിട്ടുന്നതാണെന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിക്കുന്നു. മറ്റെന്തെങ്കിലും സംശയമുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരണം, അല്ലെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്നറിയിക്കാം. സ്ത്രീകളുടെ നഖവും മുടിയും കൊഴിച്ചിടണമെന്ന് കേട്ടിട്ടുണ്ട്. പുരുഷന്മാരുടെയും കൊഴിച്ചിടണമെന്ന് പറഞ്ഞു. ഓക്കെ, ബഹുമാനപ്പെട്ട ജസീൽ കേസി പറയാണ്, ഒരു സുഹൃത്ത് ചോദിച്ചതാണ്, സ്ത്രീകളുടെ നഖവും മുടിയും കൊഴിച്ചിടണമെന്ന് കേട്ടിട്ടുണ്ട്, പുരുഷന്മാരുടെയും കൊഴിച്ചിടണമെന്ന് പറഞ്ഞു. അതായത് പുരുഷന്മാരുടെ നഖം കുഴിച്ചിടൽ നിർബന്ധമില്ല, സ്ത്രീകളുടേത് നഖവും മുടിയും ഒക്കെ കുഴിച്ചിടൽ നിർബന്ധമാണ്. അതേസമയം പുരുഷന്മാരുടെ നഖം കുഴിച്ചിടൽ നിർബന്ധമില്ല, സുന്നത്താണ്. നഖം കുഴിച്ചിടൽ സുന്നത്താണ്. അതേപ്രകാരം പുരുഷന്മാരുടെ ഗുഹ്യരോമൊക്കെ കുഴിച്ചിടലും നിർബന്ധമാണ്. കാരണം ഔറത്തായ ഭാഗത്തുള്ളതാണ് എന്നതാണ് കാരണം. ഉത്തരം ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാകുന്നു. പുരുഷന്മാരുടെ നഖം കുഴിച്ചിടൽ നിർബന്ധമില്ല, സുന്നത്താണ്. അതേസമയം ഗുഹ്യരോമം കുഴിച്ചിടൽ നിർബന്ധവുമാണ്. കാരണം അത് ഔറത്തായ ഭാഗത്തിൽപ്പെട്ടതാണ്. ചോദ്യകർത്താവ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കണമെന്നോ അല്ലെങ്കിൽ എസ് അടിച്ച്
എസ്ആർനോ അറിയിക്കണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിക്കുന്നു. ഓക്കെ മനസ്സിലായി. ഓക്കെ, നമുക്ക് മൈക്ക് ഞാൻ കൈമാറുന്നു. മുഹമ്മദ് ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഇപ്പൊ നമ്മള് കുളിക്കുമ്പോ ഇപ്പോ നഗ്നനായിട്ട് ഇപ്പോ ബാത്റൂമിലോ അല്ലെങ്കിൽ പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലോ ഇങ്ങനെയൊക്കെ ആരും കാണുന്നില്ല, കാണാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ കുളിക്കുന്നത് കൊണ്ട് ഹറാമുണ്ടോ ഇല്ലേ? ബാത്റൂമിലോ അല്ലെങ്കിൽ ആരും കാണുന്നില്ല, അങ്ങനെ കുളിക്കുന്നത് കൊണ്ട് ഹറാമാണോ അല്ലേ? നിർബന്ധ കുളിയോ അല്ല സാധാരണ കുളിയോ ആയിക്കോട്ടെ, ഇങ്ങനെ അതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹമ്മദ് കുട്ടിക്ക ക്ലാസ്സിന് ഇടയ്ക്കെവിടെ പുറത്തു പോയെന്ന് തോന്നുന്നുണ്ട്. മുഹമ്മദ് കുട്ടിക്ക സാഹിബ് എവിടുന്ന പുറത്ത് എവിടെ പോയ പോലെ ഉണ്ട്, തിരക്കിലായിരിക്കും, ജോലിയിലായിരിക്കും അല്ലെ. ഏതായാലും അത് നമ്മളിപ്പോ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട്. കുളിക്ക് വേണ്ടി ആരുമില്ലാത്ത സ്ഥലത്തും അതുപോലെ ആരുമില്ലാത്ത സ്ഥലത്ത് അതുപോലെ ഒഴിഞ്ഞ റൂമിലൊക്കെ കുളിക്കുന്നതിന് വേണ്ടി ഔറത്ത് വെളിപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല. ജാസ തകശുഫ് ലഹു, ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണ്. ഫീ ഖൽവത്തിൻ, വിജനമായ സ്ഥലത്ത് അല്ലെങ്കിൽ ഔറത്ത് കാണൽ അനുവദനീയമായ ഉള്ളവരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഔറത്ത് വെളിപ്പെടുത്തൽ കുളിക്ക് വേണ്ടി ജായിസാണ്. അതേസമയം ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് മറ്റു ആവശ്യങ്ങളൊന്നും ഇല്ലാതെ കണ്ട് ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണമെന്ന് അറിയിക്കുന്നു. ഹൈദു സമയത്ത് കൊഴിയുന്ന മുടി കഴുകണമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൈദു സമയത്ത് കൊഴിയുന്ന മുടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. കഴിവതും കൊഴിയാതിരിക്കാൻ ശ്രമിക്കുക, നീക്കാതിരിക്കാൻ ശ്രമിക്കുക. കൊഴിഞ്ഞു പോയി എന്നതിന്റെ പേരിൽ പിന്നീട് അത് കഴുകുന്നതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പോയി കുഴിച്ചിടാന്നല്ലാതെ വേറൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. റൂമിൽ നിന്ന് നഖം വെട്ടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് റൂമിൽ നഖം വെട്ടുന്നത് കുഴപ്പമുള്ളതായിട്ടൊന്നും കണ്ടിട്ടില്ല. ഏതായാലും മറ്റുള്ളവരൊന്നും ഇല്ലാത്ത സന്ദർഭത്തിലൊന്നും റൂമിൽ കിട്ടുന്നതിന് കുഴപ്പമുണ്ടാവാനും സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുഴിച്ചിടാൻ കഴിയാത്തവർ എന്ത് ചെയ്യണം? കുഴിച്ചിടാൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, കുഴിച്ചിടാൻ കഴിയാത്തത് ഒന്നുകിൽ മണ്ണും ഭൂമിയൊന്നും ഇല്ലാത്ത ചിലപ്പം അത്ര സ്ഥലങ്ങളായിരിക്കും അല്ലെ. തനിക്ക് റൂമേ ഉള്ളൂ, വേറെ ഒരു സ്ഥലമൊന്നുമില്ല. അത്തരക്കാർ മറച്ചു വെച്ചാലും മതിയാകുമെന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ വേസ്റ്റൊക്കെ ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവല്ലോ, ആ രൂപത്തിൽ മറച്ചു വെച്ചാലും ആളുകൾ കാണാത്ത രൂപത്തിൽ മറക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് എന്നറിയിക്കുന്നു. അതുപോലെ ടെക്സ്റ്റ് എനിക്ക് ചെയ്ത് ഞാൻ പറ സുഹൃത്തുക്കൾക്ക് ചോദ്യം ടെക്സ്റ്റ് പരസ്യ ടെക്സ്റ്റ് തന്നെ ആയാലാണ് ഒന്നും അല്ലെ മനസ്സിലായി. നൂറുലമീന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഫ്ളാറ്റ് പോലത്തെ സ്ഥലങ്ങളാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലെ. മുഖ്യഭാഗത്തുള്ളത് നീക്കം ചെയ്താൽ ബാത്റൂമിൽ കളയാമോ? നീക്കം ചെയ്താൽ ബാത്റൂമിൽ കളയുന്നതിൽ ഹറാമൊന്നുമില്ല. പക്ഷെ എന്നാൽ കളയാതിരിക്കലാണ് നല്ലത്. കാരണം അത്തരം നമ്മുടെ രോമങ്ങൾ ഇത്തരം നജസായ വകുപ്പിൽ ഇടാതിരിക്കലാണ് നല്ലതെന്ന് ചിലയിടങ്ങളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ പുതിയ കാലത്തും കണ്ടില്ല, പഴയ കാലത്തുള്ള ഒരു ഓർമ്മയാണ്. പ്രത്യേകിച്ച് ഉസ്താദുമാരൊക്കെ അത് പറയുന്നത് കേൾക്കാറുണ്ട്. പ്രത്യേക ബാത്റൂമിൽ ഗുഹ്യരോമത്തൊക്കെ കളയുന്നത് ബാത്റൂം പോലെ അതുപോലെ ക്ലോസറ്റിലും മറ്റൊന്നും ഇടാതിരിക്കലാണ് ബുദ്ധി. അത് കുഴിച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കലാണ് നല്ലത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. അങ്ങനെ കളഞ്ഞാലും ഹറാമൊന്നും വരാൻ വകുപ്പില്ല, എന്നാലും നല്ല ഏർപ്പാടാവില്ല എന്നാണ് പറയാനുള്ളത്. വലിയ അശുദ്ധിയുള്ളവർ എണ്ണ പോലോത്തത് ഇട്ട് കുളിച്ചാൽ കുളി ശരിയാകുമോ? എണ്ണ ഇട്ടതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എണ്ണ വെള്ളം തടയുന്ന വെള്ളം അതിന്റെ മുകളിൽ പ്രത്യേകിച്ച് നിൽക്കൂലെന്നേ ഉള്ളൂ. എണ്ണ പോലത്തത് ഇട്ട് കുളിക്കുന്നത് കുഴപ്പമില്ല. കാരണം എണ്ണ സാധാരണയിലുള്ള എണ്ണ, വെളിച്ചെണ്ണ പോലത്തെ എണ്ണ, ഇനി ഏതെങ്കിലും പുതിയ തരത്തിലുള്ള എണ്ണ ശരീരത്തിൽ വെള്ളം ചേർന്ന് തടയുമോ എന്നറിയില്ല. അങ്ങനത്തെ എണ്ണ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ പോലത്തതൊന്നും അവയവത്തിൽ വെള്ളം ചേരലിന് തടയൂല. അതുകൊണ്ട് എണ്ണയിടുന്നതിന് കുഴപ്പമില്ല. പ്രായപൂർത്തിയാകാത്തവരുടെ മുന്നിൽ ഔറത്ത് വെളിവാക്കൽ ഹറാമുണ്ടോ? ഉണ്ട്. പ്രായപൂർത്തി എന്നല്ല, മറ്റുള്ളവരുടെ മുന്നിൽ ഔറത്ത് വെളിവാക്കൽ ഹറാമാണ്. പ്രായപൂർത്തി അതിനൊരു മാനദണ്ഡമല്ല. ഔറത്ത് വെളിവാക്കൽ മറ്റൊരാളുടെ മുന്നിൽ, ഭാര്യ അടിമസ്ത്രീ വരെ ഉള്ളൂ. കാരണം ഭാര്യയ്ക്ക് തന്റെ ഔറത്ത് മുഴുവൻ കാണാം. മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഔറത്ത് വെളിവാക്കൽ ഹറാമ് തന്നെയാണ്. തന്റെ ഔറത്ത് നോക്കൽ ജായിസുള്ളവർ അവരിലേ ഉള്ളൂ. പ്രായപൂർത്തിയുള്ളവർക്കും മറ്റുള്ളവരുടെ ഔറത്തും നോക്കൽ ജായിസല്ല. അതുകൊണ്ട് വെളിവാക്കലും ജായിസല്ല. ആ ചോദ്യത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ചെറിയ ഒരു വയസ്സും
1.5 വയസ്സുള്ള ഒന്നും തിരിയാത്ത കുട്ടികളുടെ മുന്നിലും വെളിപ്പെടുത്തൽ ഹറാമുണ്ടോ? നേരത്തെ പറഞ്ഞനുസരിച്ച് ഒരു വിജനതയുടെ ഭാഗത്തോ അല്ലെങ്കിൽ നോക്കൽ അനുവദനീയമായ ആളുകളുടെ വകുപ്പിലോ ഇത് പെടൂല. കാരണം നോക്കൽ അനുവദനീയം അങ്ങനത്തെ ഒരാളുകൾക്കില്ല. നോക്കൽ അനുവദനീയമായത് ഭാര്യ, അടിമ പോലുള്ളവർക്ക് മാത്രമാണ്. ആ സ്ഥിതിയിൽ ഇനി ചെറിയ 1-2 വയസ്സുള്ള കുട്ടികൾ പെടുമോ ഇല്ലെന്ന് ഒന്ന് നോക്കി പറയേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമ്പോൾ നോക്കി എപ്പോഴെങ്കിലും മറുപടി പറയാമെന്നുകൂടി അറിയിക്കുന്നു. മനസ്സിലായിക്കോല? ചോദിച്ച സുഹൃത്ത് ഏതാ? ജസീലാണോ ചോദിച്ചത്? പ്രായപൂർത്തി എത്താത്തവരുടെ മുന്നിൽ നിന്നുള്ള ചോദ്യം. പ്രായപൂർത്തി ഏതായാലും മാനദണ്ഡമല്ല. കണ്ടാൽ അറിയിക്കപ്പെടുന്ന പ്രായവും കണ്ടാൽ ആഗ്രഹം അത്രേ ഉള്ളൂ. വലുത് ചെറുത് നോക്കുന്ന വിഷയത്തിലൊക്കെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായം, അത് ഏകദേശം 7-8 വയസ്സൊക്കെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായമായി കാണാമെന്ന് നമ്മൾ കഴിഞ്ഞ വുളു മുറിയുന്ന ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് മാനദണ്ഡം. പ്രായപൂർത്തി അല്ല എന്ന് പറഞ്ഞാൽ 9 വയസ്സുള്ള പെൺകുട്ടിയെയും നമുക്ക് ഒരുപക്ഷെ കണ്ടാൽ ആഗ്രഹിക്കും. അപ്പോൾ ആ പെണ്ണിനെ തൊട്ടാലും വുളു മുറിയും. പ്രായപൂർത്തി ആയില്ല എന്നതല്ല മാനദണ്ഡം. ഭാര്യയുടെ 2 കാലുകൾക്കിടയിൽ കിടന്നാൽ കുളിക്കണമെന്ന് വായിച്ചിട്ടുണ്ട്, ശരിയാണോ? അപ്പറഞ്ഞത് നേർക്ക് നേരെ ശരിയല്ല. ഹദീസിൽ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അത് ഉദ്ദേശിച്ചത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ 2 കാലുകൾക്കിടയിൽ കിടക്കുമ്പോഴേക്കും കുളി നിർബന്ധമാകൂല എന്ന് അറിയിക്കുന്നു. ഭാര്യയുടെ 2 കാലുകൾക്കിടയിൽ കിടന്നാൽ കുളിക്കണം എന്ന് വായിച്ചിട്ടുണ്ട്, ശരിയാണോ? ആ രൂപത്തിൽ ചില പ്രയോഗങ്ങളൊക്കെയുള്ള ഹദീസുകളുണ്ട്. അതിന്റെയൊക്കെ ആശയം ഭാര്യ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ്, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ് എന്ന് മനസ്സിലാക്കണമെന്ന് അറിയിക്കുന്നു. വായിച്ചത് ഒരുപക്ഷെ ചിലപ്പോൾ കേട്ടത് ശരിയായിരിക്കും. ജാഫർ മണ്ണിയിൽ നിന്ന് സുഹൃത്ത് റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്ക് കൈമാറുന്നു. അതുപോലെ ഡോക്ടർമാർ പരിശോധന കഴിഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് കുളി നിർബന്ധമാവോ? ചില മരുന്നുകൾ വെക്കാനൊക്കെ ഉണ്ടാവും. അവർക്ക് ഈ വെള്ളപ്പോക്ക് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഗുളികകൾ വെക്കാൻ, അങ്ങനത്തെ മരുന്ന് വെക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ കുളി നിർബന്ധമാകുമോ? ഡോക്ടർ പരിശോധന അതൊക്കെ. ലിംഗത്തിന്റെ അഗ്രം ഗുഹ്യഭാഗത്ത് പ്രവേശിച്ചാലാണ് കുളി നിർബന്ധമാവുക. നമ്മുടെ ഈ പരാമർശ വിഷയത്തിൽ അതില്ലാത്തതുകൊണ്ട് കുളി നിർബന്ധമാകുന്നതല്ല. ലിംഗത്തിന്റെ അഗ്രം ഗുഹ്യഭാഗത്ത് പ്രവേശിക്കുക, അതുപോലെ മനിയ് പുറപ്പെടുക, ഹൈലുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക, ഇതാണ് കുളി നിർബന്ധമാവാനുള്ള കാരണം. പരാമർശ ചോദ്യത്തിൽ ഇവകളില്ലാത്തതുകൊണ്ട് കുളി നിർബന്ധമാകുന്നതല്ല എന്ന് അറിയിക്കുന്നു. ഉത്തരം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ചോദിക്കണമെന്നും അറിയിക്കുന്നു. മറ്റാരെങ്കിലും ഉത്തരം ക്ലിയർ ആയിട്ടില്ലേ? ബഹുമാനപ്പെട്ട ജാഫർ മണ്ണിയിൽ സാഹിബ്, ഉത്തരം ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഒന്നുകൂടി നോ എന്നടിച്ചാൽ വേണമെങ്കിൽ വീണ്ടും ആവർത്തിക്കാം. ഓക്കെ. മറ്റാരെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉസ്താദുമാരാരുടെയെങ്കിലും ഓർമ്മയിൽ പ്രായപൂർത്തിയെത്താത്ത ഈ പറയപ്പെട്ട 2-3 വയസ്സുള്ള കൂടുതലൊന്നും കഥ തിരിയാത്ത കുട്ടികളുടെ മുന്നിൽ ഔറത്ത് വെളിപ്പെടുത്തൽ ജായിസാണെന്നോ അല്ലെങ്കിൽ പാടില്ല എന്നോ വിഷയത്തിൽ എന്തെങ്കിലും തീർപ്പ് ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് മൈക്കെടുത്തോ അല്ലെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ പരസ്യമായ ടെക്സ്റ്റിലോ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഉസ്താദുമാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ. കാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹം ചോദിച്ചപ്പോഴാണ് ആ വിഷയത്തിലേക്ക് തന്നെ തബാദുറായത്. കാരണം അത് ചോദ്യമാണ്, പ്രായപൂർത്തിയല്ല. കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്ത അതുപോലെ 1-2 വയസ്സുള്ള കുട്ടികളുടെ മുന്നിലൊക്കെ ഔറത്ത് വെളിപ്പെടുത്താമോ? കാരണം കുട്ടികൾക്കൊന്നും തിരിയില്ല എന്ന അർത്ഥത്തിൽ വെളിപ്പെടുത്തൽ ജായിസാകുമോ എന്നതൊരു ചോദ്യവുമാണ്. അത് കൃത്യമായി നോക്കിയിട്ട് തന്നെ പറയേണ്ടതാണ്. അതുകൊണ്ട് അതിലെന്തെങ്കിലും കൃത്യമായി ഓർമ്മയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പറയണം. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നീട് പെട്ടെന്ന് കണ്ടെത്തും എന്നുള്ളൊരു ധാരണയില്ല. ഇൻഷാ അല്ലാഹ് കണ്ടെത്തുമ്പോൾ മറുപടി പറയാമെന്ന് അറിയിക്കുന്നു. ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, ലിംഗം കൊണ്ടല്ലാതെ ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ കുളി നിർബന്ധമാകുമോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടാൽ ലിംഗത്തിന്റെ അഗ്രം ഗുഹ്യഭാഗത്ത് പ്രവേശിച്ചാലാണ്, ഗുഹ്യഭാഗം അത് മുന്നാണെങ്കിലും പിന്നാണെങ്കിലും കുളി നിർബന്ധമാവും. അല്ലാതെ ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ എന്ന് പറയുന്നത് മറ്റു അല്ലെങ്കിൽ പിന്നെ കുളി നിർബന്ധമാണെങ്കിൽ മനിയ് പുറപ്പെടണം. അല്ലാത്ത വഴിയിലൂടെ കുളി നിർബന്ധമാൻ വകുപ്പില്ല. സുഹൃത്ത് ചോദിച്ച എനിക്ക് പൂർണ്ണമായ ചോദ്യം മനസ്സിലായിട്ടില്ല. മനസ്സിലായ ചോദ്യത്തിനാണ് ഉത്തരം തരുന്നത്.
ലിംഗം കൊണ്ടല്ലാതെ ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ കുളി നിർബന്ധമാകുമോ? ലിംഗം ഗുഹ്യഭാഗത്തോ അല്ലെങ്കിൽ മുൻഭാഗത്തോ പിൻഭാഗത്തോ പ്രവേശിക്കുക, അല്ലെങ്കിൽ മനിയ് പുറപ്പെടുക, ഈ രണ്ടാലൊന്നും ഉണ്ടായാലാണ് കുളി ഈ രൂപത്തിൽ നിർബന്ധമാകുന്നത്. അതേ സമയത്ത് ഇതല്ലാതെ മറ്റു ഭാഗത്തിൽ ബന്ധപ്പെടുക എന്ന് പറയുന്നതും മനസ്സിലായിട്ടില്ല. സുഹൃത്ത് ഒന്നുകിൽ വിശദീകരിക്കുക, അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതായിരിക്കും ചോദ്യത്തിൽ ഇത്ര തന്നെ വരാൻ വകുപ്പുള്ളൂ, മറ്റൊരു വഴിയില്ല കുളി നിർബന്ധമാവാൻ. ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, ചെറിയ ആൺകുട്ടികൾ അങ്ങനെ ഇരിക്കും അല്ലെ, എങ്ങോട്ട് തൊട്ടാൽ വുളൂ മുറിയുമോ? മനസ്സിലായില്ല. ചെറിയ ആൺകുട്ടികൾ ഇങ്ങോട്ട് വിരലുകൾ ഫർജിൽ കടത്തിയ ജാഫർ നേരത്തെ ചോദിച്ചതിനാണോ ഇദ്ദേഹം മറുപടി പറഞ്ഞാൽ ഇല്ല? അതായത് വിരലുകൾ ഗുഹ്യഭാഗത്ത് പ്രവേശിപ്പിച്ചാൽ അതിന്റെ പേര് കുളി നിർബന്ധമാകൂല. മനിയ് പുറപ്പെടുകയോ അല്ലെങ്കിൽ മനിയ് മറ്റോ പുറപ്പെട്ടാൽ മാത്രമേ കുളി നിർബന്ധമാകുള്ളൂ. ഈ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. ഗുഡ് ഐഡിയ എന്നതിന്റെ പേരിൽ കണ്ട ചോദ്യം, ചെറിയ ആൺകുട്ടികൾ ഇങ്ങോട്ട് തൊട്ടാൽ വുളൂ മുറിയും. അതായത് ചെറിയ ആൺകുട്ടികൾ വലിയവരുടെ ഗുഹ്യഭാഗം തൊട്ടാൽ ചെറിയ കുട്ടികൾക്ക് വുളൂ ഉള്ള കുട്ടികളാണെങ്കിൽ അവരുടെ വുളൂ മുറിയും. ഇങ്ങോട്ട് തൊട്ടതിന്റെ പേരിൽ തൊട്ടയുടെ വുളൂ മുറിയൂല. ചോദ്യം ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞു തരിക. വിവാഹബന്ധം ഹറാമായ അന്യ, എനിക്ക് മനസ്സിലായില്ല. ഈ അന്യ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അന്യ എന്നിയ എന്താണ് അതിന്റെ ശരിയായ പ്രയോഗം തിരിയുന്നില്ലല്ലോ. വിവാഹബന്ധം ഹറാമായ ഗുഡ് ഐഡിയ. ഓക്കെ, മൈക്കിലേക്ക് വന്നോളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ സൗണ്ട് അവിടെ കേൾക്കുന്നുണ്ടോ എന്ന് വിചാരിക്കാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊക്കെ ഈ ബക്കാലയിലൊക്കെ ജോലി ചെയ്യുമ്പോഴേ പിന്നെ ഈ മദ്രസൊക്കെ വിടുന്ന സമയത്ത് നമ്മളിപ്പോ പൊതുപോലെ നിൽക്കണത് ആഗ്രഹിക്കുമല്ലോ. അപ്പൊ ഈ ബക്കാലയിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ സാധനം ഇങ്ങനെ കേസ് കിട്ടി കൊടുക്കുമ്പോൾ ചെറിയ മക്കളൊക്കെ വന്നിട്ട് ഇങ്ങനെ, അത് അന്യ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അന്യ അല്ല, ആണൊന്നും പെണ്ണൊന്നും അല്ല ഉദ്ദേശിച്ചത്. അന്യ വിവാഹം മറാമായ അന്യ സ്ത്രീ പുരുഷന്മാരെന്നൊക്കെ പറയല്ലോ നമ്മളെ. അവരീ ബക്കാലയിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവരെ കൊണ്ട് നമ്മളെത്ര ശ്രദ്ധിച്ചാലും അവരെ നമ്മളെ കയ്യുമോ ഒക്കെ മുട്ടും, നമ്മളെ പൊതുവിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ അവസ്ഥ നമ്മൾ പൊതുവും മുറിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. രണ്ടാമത് എനിക്കൊരു ചോദ്യം, കുളി കഴിഞ്ഞിട്ട് നമുക്കൊരു സംശയം, നീയത്ത് വെച്ചോ ഇല്ലേ? കുളിക്കാൻ പോയപ്പോ വലിയ ശ്രദ്ധിക്കുന്ന കുളിക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിന്, പക്ഷെ കുളി കഴിഞ്ഞിട്ട് സംശയം, നീയത്ത് വെച്ചോ ഇല്ലേ എന്ന്. അപ്പൊ അതിനൊരു മറുപടി കിട്ടിയാൽ ഉപകാരം. ഓക്കെ, അസ്സലാം. അപ്പോ ഓക്കെ, അന്യ അതായത് അന്യ ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ അത് ചെറിയ കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയത്ത് കണ്ടാൽ ആഗ്രഹിക്കപ്പെടണം. ഈ ചെറിയ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. പെൺകുട്ടികൾ ചെറുത് വലുത് എന്നതിന്റെ, ആൺകുട്ടികൾ ചെറുത് വലുത് എന്നതിന്റെ നമ്മുടെ ഇവിടെയുള്ള മാനദണ്ഡം പ്രായപൂർത്തിയല്ല, മറിച്ച് ഏകദേശം കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായം. അത് ചില കുട്ടികളെ സംബന്ധിച്ചും 7 വയസ്സാവാം, ചില കുട്ടികൾക്ക് 6 ആവാം, ചില കുട്ടികൾക്ക് 8 വയസ്സാവാം. ഇതൊക്കെ മാറ്റം ഉണ്ടാവും. 4 വയസ്സൊക്കെ പിന്നെ ചില വളരെ മോശപ്പെട്ട ചില ആളുകൾക്ക് തോന്നുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ല. ഏതായാലും ഒരു 7, 8, 9 വയസ്സിലൊക്കെയുള്ള പെൺകുട്ടികൾ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്നതാവാം. നമുക്ക് ആഗ്രഹമുണ്ടോ ഇല്ലെന്നല്ലേ, നമുക്ക് ആഗ്രഹമുണ്ടോ ഇല്ല, എന്നാൽ ആ രൂപത്തിൽ ആഗ്രഹിക്കപ്പെടുന്ന കുട്ടിയാണോ അല്ലേ? അങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് വലിയ കുട്ടിയാണ്, അവൾ തൊട്ടാൽ വുളൂ മുറിയും. ഇനി അവൾ ഇങ്ങോട്ട് തൊട്ടതാണ്, നമ്മൾ അങ്ങോട്ട് തൊട്ടിട്ടില്ല, നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, എന്നാലും വുളൂ മുറിയും. തൊട്ടവന്റെയും തൊടപ്പെട്ടവന്റെയും വുളൂ മുറിയും എന്നാണ് ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. തൊടപ്പെട്ടവന്റെ വുളൂ മുറിയൂല എന്നൊരു അഭിപ്രായവും ഷാഫി മദ്ഹബിലുണ്ട്. ഇനി വുളൂ അങ്ങനെ വളരെയധികം കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ അഭിപ്രായത്തെ പിടിക്കാവുന്നതുമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു ചോദ്യം, കുളിച്ചതിന് ശേഷം നിയ്യത്ത് വെച്ചോ ഇല്ലേ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണമെന്നാണ്. അതിനെന്റെ പ്രേക്ഷകരോട് ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട ഗുഡ് ഐഡിയാസ് എന്ന സഹോദരൻ ചോദിച്ച ചോദ്യം എന്റെ പ്രേക്ഷകരിലേക്ക്, എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് തന്നെ ഞാൻ വിടുന്നു. കുളി കഴിഞ്ഞതിന് ശേഷം കുളിച്ചോ നിയ്യത്ത് വെച്ചോ ഇല്ലേ എന്ന് സംശയിച്ചാൽ അതിന്റെ നിയമം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ടെക്സ്റ്റ് ചെയ്യണം.
അബ്ദുള്ള 9070 കുളിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ജാഫർ മന്നിയിൽ കുളിക്കണ്ടെന്ന് പറയും. ജസീൽ കേസി ഉറപ്പുണ്ടെങ്കിൽ കുളിക്കണ്ട. ഇതെന്താ ചോദ്യം തന്നെ അങ്ങനെയാണ്. ഉറപ്പില്ല, കുളി നിയ്യത്ത് വെച്ചോ ഇല്ലേ എന്ന് സംശയം. കുളി കഴിഞ്ഞതിന് ശേഷം കുളിയിൽ നിയ്യത്ത് വെച്ചോ ഇല്ലേ എന്നാണ് സംശയം. എന്നാൽ കുളിക്കണോ വേണ്ടേ? ഒന്ന് അബ്ദുള്ള 9070 കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാഫർ മന്നിയിൽ കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പുണ്ടെങ്കിൽ കുളിക്കണ്ടെന്ന് ജസീൽ കേസിയുടെ ചോറ് വേണോ വേണ്ടേച്ച് വേണ്ടണെന്ന് പറഞ്ഞ മറ്റു ചില ആളുകളുടെ ചില ശൈലികളുടെ മറുപടിയും തന്നിട്ടുണ്ട്. നിയ്യത്ത് വെച്ചാണ് കുളിക്ക് ശേഷമായതുകൊണ്ട്, നിയ്യത്ത് വെച്ചെന്ന് കുളിക്ക് ശേഷമായതുകൊണ്ട് മനസ്സിലായില്ല. അബ്ദുള്ള 9070 എഴുതി തിരിഞ്ഞിട്ടില്ല. വെച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുളിക്കണം. അങ്ങനെ തിരിച്ചാണ്. ഓക്കെ, ഉറപ്പില്ല, സംശയമാണ്. അപ്പോഴാണ് വീണ്ടും ഉറപ്പ് എന്നുള്ള ജസീൽ കേസ് തുടരുന്നത്. നമ്മളെ വോട്ടാർക്കാ ചെയ്യാൻ തീരുമാനിക്കൂല, വോട്ട് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ പോലെ അതുപോലത്തെ ഒരു വർത്താനാ പറയുന്നത്. ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പില്ല, സംശയമാണ്. നിയ്യത്ത് വെച്ചോ ഇല്ലേ എന്ന് സംശയമാണ്. എന്നാൽ MKM അബ്ദുള്ള കുളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുളിച്ചതിന് ശേഷമാണെങ്കിൽ വേണ്ട. ചോദ്യം കൃത്യമാണ്. നിങ്ങൾ ചോദ്യത്തിന് വളച്ചൊടിക്കല്ല, ചോദ്യത്തിന് മാത്രം ഉത്തരം തന്നാൽ മതി. ഉത്തരം തന്നവർക്ക് ഓക്കെ വേണ്ട. ഒരു ചോദ്യം ക്ലിയർ ആണ്. കുളി കഴിഞ്ഞതിന് ശേഷം നിയ്യത്ത് വെച്ചോ ഇല്ലേ എന്ന് സംശയിച്ചാൽ കുളി മടക്കണോ വേണ്ടേ? വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട. ഗുഡ് ഐഡിയ എന്ന് സുഹൃത്ത് ചോദിച്ച ചോദ്യം നിങ്ങൾ ഉത്തരം നൽകാണ്. ഉത്തരത്തിന് തെളിവ് നിങ്ങളുടെ കയ്യിൽ വേണം. അഭിപ്രായം പറഞ്ഞാൽ മാത്രം പോരാന്ന് കൂടി അറിയിക്കാം. ജാഫർ മണ്ണിയിൽ കുളിക്കണ്ട അല്ലേ? ഓക്കെ. അബ്ദുള്ള 9070 വേണ്ട. മറ്റ് അബ്ദുള്ള MKM അബ്ദുള്ളയും കുളിക്കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ജസീൽ കേസിയും നോ എന്ന് തന്നെ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുൽദുൽ അവിടെ ഇല്ലേ? ദുൽദുൽ പോയോ? ദുൽദുൽ അവിടെ ഇല്ലേ? ദുൽദുലിന്റെ പ്രതികരണമൊന്നും കാണുന്നില്ല. സംശയത്തിന്റെ മുൻതൂക്കം എന്താണോ അത് സ്വീകരിക്കണം. ഓഹോ, സംശയമില്ല. സംശയം രണ്ടും ഒരുപോലെയാണ്, മുൻതൂക്കമൊന്നുമില്ല. സംശയത്തിന്റെ മുൻതൂക്കം എന്താണോ അത് സ്വീകരിക്കാം എന്നാ പറയുന്നത്. സംശയത്തിന് മുൻതൂക്കം ഇല്ല. സംശയം എന്ന് പറഞ്ഞാൽ തന്നെ മുൻതൂക്കം ഇല്ലാത്തതാണ്. 50-50 ആയിരിക്കും സംശയം, അല്ലെങ്കിൽ പിന്നെ ലന്നുണ്ടാവും. ഇവിടെ തീരുമാനമില്ല. കുളിച്ചതിന് ശേഷം നിയ്യത്ത് വെച്ചോ ഇല്ലേ സംശയം. എന്ത് ചെയ്യണം? കുളിക്കണോ വേണ്ടോ എന്നാണ് ചോദ്യം. ഉത്തരം ടെക്സ്റ്റ് ചെയ്യണം. ടെക്സ്റ്റ് ഞാൻ ഏകദേശം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ക്ലാസ്സിന് തുടരാൻ കഴിയില്ല. ചോദ്യം തന്നെ നിശ്ചിത സമയം തീരാറുമായിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ പ്രതികരിച്ചാൽ നമുക്ക് മറുപടിയാക്കാം. ഭൂരിപക്ഷം ശരിയെടുക്കാം. ജസീൽ കേസിയുടെ അഭിപ്രായം നമുക്ക് വോട്ടാക്കാം. ഇത് വോട്ട് പരിപാടിയാക്കാനാ. ഏതായാലും പ്രവാസികൾക്ക് വോട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു വോട്ട് തീരുമാനമാക്കാനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വുളുവിന്റെ കാര്യത്തിൽ വേണ്ട എന്നാണ് പഠിച്ചത്. കുളിക്കണം എന്ന് ഒരു സുഹൃത്ത് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് കുളിയും. അബ്ദുള്ള 9070 കുറച്ച് വുളുവിന്റെ കാര്യത്തിൽ വേണ്ട എന്നാണ് പഠിച്ചത്. അതുപോലെയാണ് കുളിയും എന്ന് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും മറ്റുള്ളവർ ടെക്സ്റ്റ് വരട്ടെ. സുഹൃത്തുക്കൾ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. ഇത് എല്ലാവർക്കും വരുന്നൊരു ചോദ്യം, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഗുഡ് ഐഡിയ ചോദിച്ചത്. എല്ലാവർക്കും പൊതുവെ സംശയം, പ്രത്യേകിച്ച് വസ്വാസും മറ്റുള്ള ആളുകൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടാണ് ചോദ്യം. കുളിച്ചു കഴിഞ്ഞാൽ തന്നെ സംശയം ഉണ്ടാകും, നിയ്യത്ത് വെച്ചിനോ ഇല്ലേ. ആ സംശയത്തിന് ഉത്തരം കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതാണ്. വളരെ കൃത്യമായി നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു ഉത്തരവും കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യം വരുന്നൊരു വിഷയം. കുളിക്കണ്ട, ഗുഡ് വേ കുളിക്കണ്ട എന്ന് പറഞ്ഞു. നിർബന്ധ കുളിയായതിനാൽ നിയ്യത്ത് വേണം. നിയ്യത്ത് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഓരോരുത്തർ ചോദ്യം വളച്ചങ്ങ് ഓടിച്ചിട്ട് തനിക്കനുസരിച്ച് ഉത്തരാക്കുകയാണ്. നിയ്യത്ത് ഫർളാണ്, അതിൽ സംശയിച്ചാൽ മടക്കണം. അങ്ങനെ വരട്ടെ. ഓരോരുത്തരും അവരവരുടെ ഇജ്തിഹാദുകളും കണ്ടെത്തലുകളും വരട്ടെ. അതിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. കുളിക്കണം. സംശയം വന്ന് നോക്കിയാൽ ഇവരൊക്കെ പറയും കുളിക്കണ്ടെന്ന്. കാരണം കാര്യമായി 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടായിരിക്കും. അപ്പയായി സംശയം. തൽക്കാലം കുളിക്കണ്ടെന്ന് തീരുമാനമാക്കും. ഏതായാലും വരട്ടെ, ഉത്തരങ്ങൾ വരട്ടെ. നിങ്ങൾ മനസ്സിലാക്കിയ ഉത്തരങ്ങൾ തെളിവ് സഹിതമാണെങ്കിൽ തെളിവ് സഹിതം പറയട്ടെ. അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. ഞാൻ കുളിക്കണ്ട എന്നതിൽ ഉറച്ചു നിൽക്കുന്നു. അബ്ദുള്ള 9070 ഉറച്ചു നിൽക്കുന്നാ പറഞ്ഞത്. ആരെങ്ങനെ പറഞ്ഞാലും ഭൂരിപക്ഷം എടുക്കൂല. ജസീൽ കേസി ഭൂരിപക്ഷം എടുക്കണമെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ കഴിയില്ല. ഏതായാലും
മടക്കി കുളിക്കൽ സുന്നത്താണ്. ഓഹോ, മടക്കി കുളിക്കൽ സുന്നത്താണ്. നമ്മളത് ചോദിച്ചില്ല. കുളിക്കണോ വേണ്ടേന്നാണ്. കുളി നിർബന്ധമാണെങ്കിൽ ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. ഈ കുളിക്കണമെന്ന് വീണ്ടും ഉത്തരം വന്നിട്ടുണ്ട്. മടക്കി കുളിക്കൽ സുന്നത്താണെന്ന പുതിയ കണ്ടുപിടുത്തമായിട്ട് ബഹുമാനപ്പെട്ട ദാറുസ്സലാം ചട്ടിപ്പറമ്പ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അവരവരുടെ തെളിവുകളും ന്യായങ്ങളൊക്കെ ഉന്നയിക്കാവുന്നതാണ്. അവസാനം ഞാൻ നിശാല തീരുമാനം പറയുന്നതുമാണ്. കുളിക്കണം. അവന്റെ മനസ്സിൽ കുളിക്കാൻ പോകുമ്പോൾ നിയ്യത്തുണ്ടാവില്ല, അത് പോരാ. അബ്ദാബു സമദ് ചോദിച്ച ആ ചോദ്യം പോരാ. നിയ്യത്ത് കുളിക്കാൻ പോകും മനസ്സിലുണ്ടായാൽ പോരാ. നിയ്യത്ത് എന്ന് പറയുന്നത് കുളിന്റെ ആദ്യ ഭാഗം കഴുകുമ്പോൾ നിയ്യത്ത് അന്വേഷിക്കണം, അല്ലെങ്കിൽ കുളിയാവില്ല. അങ്ങനെ എല്ലാ പ്രവൃത്തിയിലും ഉണ്ട്, അത് പോരാ. നിയ്യത്ത് എന്ന് പറഞ്ഞൊരു പ്രത്യേക കർമ്മമാണ്, അതങ്ങനെ തന്നെ ഉണ്ടാവണം. കുളിയുടെ ആരംഭത്തിൽ ആ നിയ്യത്ത് വരണം. ഇന്നമൽ അമലു ബിന്നിയാത്ത്, അപ്പോൾ കുളിക്കണമെന്ന് എന്റെ അഭിപ്രായം. അഫ്സൽ വെച്ച് പറയുന്നു ഇന്നമൽ അമലു ബിന്നിയാത്താണ്, അതുകൊണ്ട് കുളിക്കണം. ഇവിടെ ഈ നിയ്യത്ത് ഇല്ലാന്ന് ആരും പറഞ്ഞിട്ട് കേട്ടോ. കുളി കഴിഞ്ഞതിന് ശേഷം നിയ്യത്ത് വെച്ചോ ഇല്ലേ എന്ന് സംശയിച്ചു. കുളി കഴിഞ്ഞ ശേഷമാണ് സംശയമെങ്കിൽ കുളിക്കേണ്ടതില്ല. ദുൽദുൽ ഒന്നുകൂടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ദുൽദുൽ അല്ല, ആദ്യത്തെ അഭിപ്രായമാണ് ദുൽദുൽ പറഞ്ഞത്. ഞാൻ കാത്തിരിക്കുന്നു എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ സുഹൃത്തുക്കളുടെയും അഭിപ്രായത്തെ കാത്തിരിക്കാൻ. ഏകദേശം ഒരു 10 പേരെങ്കിലും ഉത്തരം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 മതിയോ? 10-13 പേരെങ്കിലും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ കാത്തിരിക്കാം. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള വിഷയമാണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ സുഹൃത്ത് മുജാഹിദ് നിസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ അറിയില്ലേ പടച്ചവന് നിസ്കരിക്കാനാണെന്ന്, പിന്നെ പള്ളിയിൽ പോയി പ്രത്യേകം പറയണോ? പള്ളിയിലേക്കു പോകുന്നത് തന്നെ നിസ്കരിക്കാനല്ലേ? ഇങ്ങനെ യുക്തി കൊണ്ട് ചിന്തിക്കുന്നതാണ് മുജാഹിദുകൾക്ക് പലപ്പോഴും പറ്റിയത്. അതുകൊണ്ടാണ് പഴയ കാലത്ത് അവർക്ക് പറയേണ്ടി വന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞാൽ അത് ആൺപെൺ പിശാചുക്കളല്ല, മറിച്ച് ആൺപെൺ കൊതുകുകളാണ്, കക്കൂസിൽ കൊതുക് ഉണ്ടാവരും. യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ ഇസ്ലാം മനസ്സിലാകൂല. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ വെറുതെ അല്ല ഈ വിഷയം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിന് കൃത്യമായി ചർച്ച ചെയ്തു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്തിനൊക്കെ നമ്മുടെ ഷാഫി മദ്ഹബിലൊക്കെ പണ്ഡിതന്മാരൊക്കെ എത്രത്തോളം അന്വരിക്കണം എന്നൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദ് സുഹൃത്തിന് വേണ്ടതുപോലെ മനസ്സിലാവാത്തതുകൊണ്ടാണ് അവനെല്ലാം യുക്തി കൊണ്ട് തീരുമാനിച്ചപ്പോഴാണ് ഒരു കാലത്ത് സക്കരിയ സ്വലാഹി സിഹിർ ഉണ്ടെങ്കിൽ എന്നെ സിഹിർ ചെയ്തോളൂ എന്ന് വെല്ലുവിളിച്ചയാളാണ്. പിന്നീട് സിഹിർ ഉണ്ട്, സിഹിറിന് ചികിത്സയുണ്ട്, ചികിത്സിക്കണം, അദ്ദേഹം ചികിത്സിച്ചു, എന്നിട്ട് ഹേ നായി എന്നൊക്കെ പറയുന്ന പിന്നീടുള്ള രംഗങ്ങൾ നമ്മൾക്ക് കാണേണ്ടി വന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ അംഗീകരിച്ചു പോരുന്നവരാണ്. സുഹൃത്തിനോട് പറയാം, അങ്ങനെയാണെങ്കിൽ എല്ലാം യുക്തി കൊണ്ട് തീരുമാനിക്കണമെന്ന്. നമ്മുടെ യുക്തിയെ കൂടുതൽ പ്രാധാന്യമാക്കുന്നവരല്ല എന്ന് പ്രത്യേകം ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്തുന്നു. യുക്തി കൊണ്ട് തീരുമാനിച്ചിട്ട് മാത്രം കാര്യങ്ങൾ എത്തിച്ചേർക്കാൻ കഴിയില്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതാ ഗുഡ് ഐഡിയക്ക് പുറത്തു പോകണം, ഒരു ആൻസർ പറയണം. തൽക്കാലം ഞാൻ ഗുഡ് ഐഡിയക്ക് ടെക്സ്റ്റ് തൽക്കാലം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉത്തരം നിങ്ങൾ തന്നെ പറയട്ടെ. ചോദിച്ച ആൾക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ആർക്കും ടെക്സ്റ്റ് ചെയ്യൂല എന്ന് ഞാൻ പ്രതീക്ഷിക്കാണ്. ഗുഡ് ഐഡിയ വേറെ ആർക്കും ടെക്സ്റ്റ് ചെയ്യൂല. അദ്ദേഹത്തിന് ഞാൻ ടെക്സ്റ്റ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. മറ്റു സുഹൃത്തുക്കളെ ഞാൻ കാത്തിരിക്കുന്നു. ഏതായാലും അബ്ദുള്ള 90-70 അതുപോലെ ദുൽദുലും നേരത്തെ പറഞ്ഞ, അതോടൊപ്പം 2-3 ആളുകളും കൂടെ പറഞ്ഞ ഉത്തരമാണ് ശരി. കുളി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ മടക്കേണ്ടതില്ല. നിയ്യത്തിൽ സംശയിച്ചാലാണ് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യേണ്ടതില്ല, മടക്കേണ്ടതില്ല. അത് ഫത്ഹുൽ മുഈനിൽ തന്നെ നമ്മൾ ഓതിയ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് വുളൂഇന്റെ. അതാണ് അബ്ദുള്ള 90-70 പറഞ്ഞത്. വുളൂഇൽ എങ്ങനെയാണ്, അതുകൊണ്ട് ഇവിടെയും വേണ്ട. അങ്ങനെ തന്നെ കൃത്യമായി ഫത്ഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. നിയ്യത്തിലാണ് സംശയമെങ്കിലും ഫലം ചെയ്യൂല, അതാണ് പ്രബല അഭിപ്രായമെന്ന് ഫത്ഹുൽ മുഈൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ആ പേജ് വേണമെങ്കിൽ പ്രിയപ്പെട്ട ദുൽദുലോ അബ്ദുള്ള 90-70 ഒന്ന് ടെക്സ്റ്റ് കിട്ടുമെങ്കിൽ ഒന്ന് എടുത്തു കൊടുക്കണമെന്ന് കൂടി അറിയിക്കുന്നു. 2 ദിവസം മുമ്പത്തെ ക്ലാസ് കേൾക്കും. 2 ദിവസം മുമ്പല്ല, 2 ദിവസം മുമ്പാണോ എനിക്ക് ഓർമ്മയില്ല. 2 ദിവസം മുമ്പ് ഇനി പറഞ്ഞിനോ എന്നറിയില്ല. ഏതായാലും വിഷയം കുറച്ചുകൂടി അല്പം മുമ്പുള്ള വിഷയമാണ്. ഇനി 2 ദിവസം മുമ്പ് പറഞ്ഞിനോ എന്നറിയില്ല. ഏതായാലും തൽക്കാലം ഒരുപാട് ആളുകൾ പ്രതികരിച്ചു. അങ്ങനെ നമുക്ക് പഠിക്കാൻ ഒരു സൗകര്യമായി അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് ഏതായാലും 2 വീക്കായി 2 വീക്കായി പറഞ്ഞു. ഓക്കെ, ഏതായാലും ഇൻഷാ അല്ലാഹ് തൽക്കാലം വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് നമുക്കൊന്നുകൂടി സ്പ്രിക്കായി നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കുക. ബോംബെ മുടിയുടെ പോലെ 99% എന്നാണെങ്കിലും സംശയം. ഇങ്ങനെ ബോംബെ മുടിയുടെ പോലെ 99% ഇല്ല എന്നാണെങ്കിലും സംശയം. അതായത് കൂടുതൽ അല്ലെ സംശയം. അപ്പൊ വന്നായി
നിയ്യത്ത് വെച്ചിട്ടില്ല എന്ന് ഭൂരിഭാഗം. ഇവിടെ സംശയത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അതിൽ ഉറപ്പില്ല എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് വലബത്ത് നമുക്ക് മറ്റേ നോക്കേണ്ടതില്ല. അയാൾക്കുള്ള സംശയം എന്താണ്? ബോംബെ പോലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ബോംബെ പോലെ അല്ല, ബോംബെ 90 അല്ല. ഹലോ ഹലോ, ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ. പറയും. വയ്ക്കാം. ഓക്കെ, അത് നിങ്ങള് പറഞ്ഞു ഞാൻ കേട്ട് മനസ്സിലായി. ജാഫർ മണ്ണിലല്ലേ? എന്താ പറയും? ഉണ്ടാവാം, ഉറപ്പില്ല. അവർക്ക് ഈ പറഞ്ഞ ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു മിനിറ്റ് ഞാൻ മൈക്ക് തൽക്കാലം ആർക്കും വിട്ടുകൊടുക്കാം. ഒരു മിനിറ്റ് ഒന്നാലും മൈക്ക് മാറി എടുക്കണം എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നാം എല്ലാവരും നമ്മുടെ വളരെ പരിശുദ്ധമായ ആവേശകരമായ ഫത്വൽ മുഈൻ ദർസിലാണ്. ഉസ്താദ് അവരുകൾ ഒരാള് മൊബൈലിൽ കൂടി ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ അതിനുള്ള ചോദ്യം ഒന്ന് ശരിക്കും മനസ്സിലാക്കിയ ശേഷം ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുകൾ നമുക്ക് മൈക്കിൽ കൂടി തന്നെ നമുക്ക് കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ മറുപടി പറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാനും സെക്കൻഡുകളിൽ ഉസ്താദുകൾ തിരിച്ചു വരും. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമുക്കിന്ന് വളരെയധികം പ്രധാനമായ ഒരു ലൈവ് ലഭിക്കാനുണ്ട്. ആലുവയിൽ നിന്നും ആലുവ അഭിനവ സുൽത്താന്റെ തരീഖത്ത്, വ്യാജ തരീഖത്തിനെ കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ആലുവയിൽ നിന്നും അതിന് വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തുള്ളിൽ, ഇന്ത്യൻ സമയം 7 മണിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം 6:30 മണി ആയിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മളിലേക്ക് ലൈവ് എത്തിച്ചേരും. എല്ലാവരും നല്ല നിയത്തോടുകൂടി ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഫത്വൽ മുഈൻ ദർസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് അവറുകൾ ഒരു ചോദ്യം ടെലിഫോണിൽ കൂടി ഒരു സഹോദരൻ ചോദിക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ ഉസ്താദ് അവറുകൾ നമ്മിലേക്ക് തിരിച്ചെത്തും. വീണ്ടും നമ്മുടെ ക്ലാസ് തുടരുക തന്നെ ചെയ്യും. വളരെയധികം പഠനാർഹമായ ക്ലാസ്സാണ് നമുക്ക് ഇന്ന് ലഭിച്ചത്. സാധാരണത്തെക്കാളുപരി നല്ല ചോദ്യങ്ങളും അതുപോലെ തന്നെ വളരെ കൃത്യമായ ഉത്തരവും നമുക്ക് ലഭിച്ചു. കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾക്ക് സംശയം ഉണ്ടായതെങ്കിൽ അവൻ ആ കുളിയെ മടക്കേണ്ടതില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഉദുവിന്റെ കാര്യത്തിലും അങ്ങനെയാ പഠിച്ചത്. അന്നേരം ഉദു പോലെ തന്നെയാണ് കുളിയുടെ മസാലയും എന്ന് ഫത്വൽ മുഈൻ പറഞ്ഞു. അതിന്റെ ടെക്സ്റ്റ് ഭാഗമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജുൽദുൽ ഉസ്താദ് അവர்கள் നമുക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. മുമ്പ് പഠിച്ച അതേ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെയധികം നിസ്സാരമായ ചോദ്യമാണെങ്കിലും പക്ഷേ എല്ലാവർക്കും പഠിക്കുവാൻ പറ്റുന്ന വളരെയധികം നല്ല ഒരു ചോദ്യമാണ് ആ സഹോദരൻ ചോദിച്ചത്. കുളി കഴിഞ്ഞതിന് ശേഷം സംശയം പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് നമ്മൾ നിയത്ത് വെച്ചോ ഇല്ലയോ എന്നുള്ളത്. അപ്പോ കുളി കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ആ കുളിയെ നാം മടക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് നിയത്ത് വെച്ചില്ല എന്നൊരു ഉറപ്പിലേക്കാണ് നമ്മുടെ ആ സംശയം ബാധിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ കുളിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്കിതിന്നൊക്കെ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ഫത്വൽ മുഈൻ ദർസ് ഉണ്ടാകും. എല്ലാവരും നേരത്തെ തന്നെ ഇന്ത്യൻ സമയം ഏകദേശം ഒരു 5 മണി മുതലായിരിക്കും ഉസ്താദ് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.
ഉസ്താദ് കേൾക്കുന്നില്ല, മൈക്കെടുക്ക്. ഉസ്താദ് നിങ്ങൾ കേൾക്കുന്നില്ല? എന്തായാലും ഉസ്താദ് കേൾക്കുന്നില്ല. ഉസ്താദ് DC ആയ ഉസ്താദ് നിങ്ങൾ കേൾക്കുന്നില്ല? ചിലപ്പോ ഇവിടെ നാട്ടിൽ ഇടയ്ക്ക് ഉസ്താദിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ എന്താണെന്ന് വെച്ചാല് കൈങ്ങനെ പൊക്കി മുക്കും പക്ഷേ DC ആയിട്ടുണ്ടാവും. ഏതായാലും നമ്മുടെ ഉസ്താദ് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലാണ് ഇത്രയും സമയം നമുക്ക് വേണ്ടി നമ്മുടെ ഉസ്താദുകൾ ഇവിടെ ചെലവഴിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുകൾക്ക് ആഫിയത്തോടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത്രയും സമയം നമുക്ക് വേണ്ടി ഉസ്താദ് കുറെ നേരം ഞാൻ മൈക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. റൈസ് ഹാൻഡ് വരുന്നില്ല, എന്താ പ്രശ്നം അറിയില്ല. അതായത് ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ നമ്മുടെ വിഷയം, അപ്പൊ ആ രൂപത്തിൽ കുളി നിർബന്ധമാവാൻ രണ്ട് കാരണങ്ങളാവുള്ളൂ. നേരത്തെ സഹോദരൻ ചോദിച്ചതുപോലെ ഗുഹ്യഭാഗത്തും മറ്റേതെങ്കിലും രതി കീടകൾ കൊണ്ട് ജനാബത്തുണ്ടായാൽ കുളി നിർബന്ധമാകുമോ? ചെറിയ ശുദ്ധിയുടെ കാരണം ഇത് രണ്ടാലാണ്. ലിംഗത്തിന്റെ അഗ്രം ഗുഹ്യഭാഗത്ത് പ്രവേശിക്കുക, അല്ലെങ്കിൽ മനിയ് പുറപ്പെടുക. ഇതാണ് പ്രധാനമായ രണ്ട് കാരണം. ഇതിൽ മറ്റു ഭാഗങ്ങളിലൂടെ ഭാര്യയുമായി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് സ്വയം ഭോഗമോ മറ്റോ നടത്തിയാൽ ഒന്നുകിൽ മനിയു വരികയാണെങ്കിൽ കുളി നിർബന്ധമാകും. മനിയു വന്നില്ലെങ്കിൽ അത് പെണ്ണിനും മനിയു വരാം. പെണ്ണ് മനിയിലില്ല എന്ന് മനസ്സിലാക്കരുത്. ഹദീസിൽ തന്നെ അങ്ങനെ ഒരു ചോദ്യവും മനിയു വരുമെന്നൊക്കെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാനും സാധിക്കും. അപ്പൊ പെണ്ണിന് മനിയു വരാം, അപ്പൊ പെണ്ണിനും കുളി നിർബന്ധമാകും മനിയു വന്നാൽ. ഇനി മനിയു വന്നിട്ടില്ലെങ്കിൽ കുളി നിർബന്ധമാകുന്നതുമല്ല. ഇനി മനിയാണോ മതിയാണോ, എന്തോ ദ്രാവങ്ങളൊക്കെ ഉണ്ട്, മനിയാണോ മതിയാണോ, മനിയിന്റെ ചില അടയാളങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറയപ്പെട്ട മനിയിന്റെ അടയാളങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക, ആണെങ്കിൽ അത് മനിയാണ്. ഇനി അടയാളങ്ങളൊന്നുമില്ല, മനിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാതെ സംശയം വരികയാണെങ്കിൽ അവിടെ ഇഷ്ടമുള്ളത് തീരുമാനിക്കാമെന്നും കഴിഞ്ഞ ക്ലാസ്സുകളിൽ കടന്നുപോയിട്ടുണ്ട്. അതങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇന്ന് ക്ലാസ് ഇവിടെ നിർത്തുന്നു. എന്തെങ്കിലും സംശയം അവസാനമായിട്ടുണ്ടെങ്കിൽ 6:22 ആയിട്ടുണ്ട്, അവസാനമായിട്ടുണ്ട്. ഏതായാലും ജസീർ ചോദിച്ച ലാസ്റ്റ് 99.4 എല്ലാ ശതമാനവും അത് മുടിയല്ല എന്ന് പറഞ്ഞതുപോലെ നിയത്ത് വെച്ചിട്ടില്ല എന്ന് അങ്ങേയറ്റത്തെ വന്നുണ്ട് എങ്കിൽ അതിന് നമ്മൾ സംശയത്തെ പരിഗണിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതൊരു സംശയത്തിൽ നിന്ന് വിട്ട് ഏകദേശമായ മുഖ്യധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു സുഹൃത്ത് കുളിയുടെ നിയത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നായിരിക്കാം കുളിയുടെ നിയത്ത്? ഒന്നുകിൽ വലിയ ശുദ്ധിയെ ഉയർത്തുന്നുവെന്നോ, അല്ലെങ്കിൽ ജനാബത്തിനെ ഉയർത്തുന്നുവെന്നോ, അല്ലെങ്കിൽ നമസ്കാരത്തെ ഹലാലാക്കുന്നുവെന്നോ നിയത്ത് വെക്കാവുന്നതാണ്. ഏറ്റവും എളുപ്പമായത് എല്ലാവർക്കും വെക്കാവുന്ന ഒരു നിയത്ത് വലിയ ശുദ്ധിയെ ഉയർത്തുന്നു എന്നതാണ് എന്ന് മനസ്സിലാക്കുന്നു. ചോദ്യം അങ്ങനെ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകൂടി മൈക്കിൽ വരാം. KMT 856 മൈക്കിലേക്ക് ക്ഷണിച്ച് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ബക്കറ്റിൽ നിന്ന് കോരി കുളിക്കുമ്പോ, ജനാബത്ത് കുളിക്കുമ്പോ ആ ബക്കത്തിൽ മുസ്താമലായ വെള്ളത്തില് ശരീരത്തിലുള്ള വെള്ളം, മുസ്താമലായ വെള്ളം ആ ബക്കറ്റിലേക്ക് ചാടും എന്ന് കണ്ടാൽ, ചാടിയാൽ ആ വെള്ളം മുസ്താമലാവുമോ? ആ വെള്ളം കൊണ്ട് ബാക്കി വെള്ളം കൊണ്ട് കുളിച്ചാൽ ശരിയാവുമോ? ഇന്നലെയോ മിനിഞ്ഞാനോ ഏതോ ഒരു സുഹൃത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട KMT എന്ന സഹോദരൻ ചോദിച്ചത്. അതായത് നമ്മൾ ജനാബത്ത് കുളിക്കുമ്പോൾ ബക്കറ്റിൽ നിന്നാണ് കോരി കുടിക്കുന്നതെങ്കിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഈ ബക്കറ്റിലേക്ക് വീണാൽ മുസ്താമലാകുമോ? അവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അല്ലെ, ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണെങ്കിൽ ആ വെള്ളം മുസ്താമല അല്ലെ. അതേസമയത്ത് ആദ്യവട്ടം നിയ്യത്തും വെച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളമെത്തി, പിന്നീട് ഒഴിക്കുന്ന വെള്ളം അത് നിർബന്ധ കുളിയുടെ ഭാഗമല്ല, അതുകൊണ്ട് അത് മുസ്താമലാകൂല. ഇനി ആദ്യ ഭാഗത്ത് ഒഴിക്കുന്ന വെള്ളം തന്നെയാണ് നമ്മുടെ ബക്കറ്റിലേക്ക് തെറിച്ചതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്റെ വിശാലമായ മറുപടി ഇപ്പം പറയുന്നത് വളരെ സിമ്പിളായി നമുക്ക് ഏകദേശ ധാരണയിൽ ലഭിക്കുന്ന ഒരു മറുപടി, ആ ഉറ്റിയ വെള്ളത്തിന്റെ തോതനുസരിച്ച് മുന്തിരിച്ചാർ നമ്മൾ ഉറ്റിക്കുകയാണെങ്കിൽ, ഉറ്റിയ വെള്ളത്തിന്റെ തോതനുസരിച്ച് മുന്തിരിച്ചാർ ഉറ്റിക്കുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ നിറം മാറുമോ ഇല്ലേ? നിറം മാറുമെങ്കിൽ
ഈ വെള്ളം കൊണ്ട് ഇനി കുളിക്കാൻ പാടുള്ളതല്ല. നിറം മാറൂല എന്നാണെങ്കിൽ കുളിക്കാവുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഉറ്റിയത് കൊണ്ട് കുഴപ്പമില്ല, കുറച്ചധികം ഉറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഉത്തരം വ്യക്തമായിട്ടുണ്ടാകും. ഇതിനൊന്നുകൂടി വിശാലമായ അർത്ഥമുണ്ട്, 3 തോതിൽ പറയേണ്ടതുണ്ട്. തൽക്കാലം നമുക്ക് ഏകദേശം പ്രായോഗികമായ രൂപത്തിലുള്ള ഒരു മറുപടിയാണ് പറയുന്നത്. അതായത് കുളി ഈ മുസ്താമലായ വെള്ളത്തിൽ നിന്ന് ഉറ്റിയ തോതനുസരിച്ച് മുന്തിരിച്ചാറ് അല്ലെങ്കിൽ മുന്തിരി ജ്യൂസ് നമ്മൾ ഉറ്റിച്ചാൽ ആ വെള്ളം പകർച്ചയാകുമോ? പകർച്ചയാകുമെങ്കിൽ ഈ വെള്ളം കൊണ്ടിനി കുളിക്കാൻ പാടുള്ളതല്ല. പകർച്ചയാവൂല എന്നാണ് മറുപടിയെങ്കിൽ, ഏകദേശം നമുക്ക് ധാരണയെങ്കിൽ ഈ വെള്ളം കൊണ്ട് കുളിക്കാവുന്നതാണ്. ഉത്തരം വ്യക്തമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഒരു സംശയം ഒരു സഹോദരൻ ചോദിച്ചിട്ടുണ്ട്, കുളിക്കുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമാണോ? അതിനാണ് നമ്മൾ ക്ലാസ്സിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സുഹൃത്ത് ഇപ്പോൾ കടന്നു വന്നതായിരിക്കും. ഒന്നുകൂടി പെട്ടെന്ന് മറുപടി പറയാണ്. കുളിക്കുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമാണോ? ആരുമില്ലാത്തിടങ്ങളിൽ വെച്ചാണെങ്കിൽ ഔറത്ത് മറക്കൽ നിർബന്ധമില്ല. അല്ലെങ്കിൽ തന്റെ ഔറത്ത് കാണൽ അനുവദനീയമായ ആളുകളാണ് മുന്നിൽ, ഭാര്യ പോലുള്ള ആളുകളാണെങ്കിൽ ഔറത്ത് മറക്കൽ നിർബന്ധമില്ല. അല്ലാത്ത മറ്റുള്ളവരുടെ മുന്നിൽ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. ആ ഭാഗമായിരുന്നു നമ്മൾ ഇന്ന് ഓതിയത് എന്നുകൂടി പ്രിയപ്പെട്ട സുഹൃത്തിനെ അറിയിക്കുന്നു. SKSF MKU എന്ന സുഹൃത്ത് സംശയത്തിന് തന്നെയായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, ഓക്കെ. നിങ്ങൾക്ക് പറഞ്ഞ ബാത്റൂമിൽ നിന്ന് കുളിക്കുമ്പോൾ ഔറത്ത് മറക്കൽ നിർബന്ധമുണ്ടോ? മറക്കൽ നിർബന്ധമില്ല, എന്നാലും മറക്കലാണ് ശ്രേഷ്ഠത. ബാത്റൂമിൽ ഒറ്റക്കായിരിക്കുമല്ലോ അല്ലേ? ബാത്റൂമിൽ ഒറ്റക്ക് കുളിക്കുമ്പോൾ ഔറത്ത് മറക്കലാണ്. മറക്കൽ നിർബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. അതെ, ഔറത്ത് മറക്കൽ നിർബന്ധമില്ല, എന്നാൽ മറക്കലാണ് പുണ്യം എന്നറിയിക്കുന്നു. വസ്സത്തുറു അഫ്ളലു എന്ന് തന്നെ ഫത്ഹുൽ മുഈനിലുണ്ട്. ഏതായാലും മറ്റുള്ളവർക്ക് വേണ്ടി മൈക്ക് ഞാൻ വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, പിന്നെ ഇനി ചോദിക്കാരുണ്ടാണ്, SKSF MK എന്ന അദ്ദേഹം ലൈവാണെന്ന് തോന്നുന്നു, ആലുവയിൽ നിന്നുള്ള ലൈവാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് ക്ലാസ് അവസാനിപ്പിച്ച് ദുആ ചെയ്തിട്ട് നമുക്ക് ലൈവിലേക്ക് കൊടുക്കാം.